അപ്പോൾ ഏവരും എന്നോടൊപ്പം വന്ന് സ്നേഹത്തോടെ പറഞ്ഞാലും രേഷ്മേ രേഷ്മേ. ഞാൻ ഉദ്ദേശിച്ച കണ്ണൻ എന്ന് പറയുന്നത് രാധേ നിക്കു അവിടെ പോകു വരൂ എന്നൊക്കെ പറയുന്ന ഒരു ടോൺ ആയിരിക്കും, അതേ കണ്ണനായിരിക്കും എന്ന് പ്രതീക്ഷ വന്നേ. ഇവിടെ വന്നപ്പോ മറ്റേ വന്ദേഭാരത് മൂന്നടക്കാണ് സംസാരം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ കൃഷ്ണൻ ഇതല്ല, ഞാൻ കണ്ട കൃഷ്ണൻ ഇതല്ല. രാധനെ ഒന്ന് വിളിക്കാൻ പറ്റും? വിളിക്കേ, സന്തോഷം. വൃന്ദാവനം കണ്ടെത്തിയത് ഞാനാണ്. ഞാൻ ബസ്സാనికి ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട് രാധേ. ഈ കണ്ണന്റെ രാധയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു ഒരു എന്താ പറയാ, അങ്ങനെ ഒരു മോശം അഭിപ്രായം എവിടെ നിന്നും ഞാൻ കേട്ടിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു എനിക്ക് കിട്ടിയ ഒരു വലിയൊരു സന്തോഷം തോന്നിയ കാര്യം എന്ന് പറയുന്നത് അതാണ്. ആ സമയത്ത് ഫുൾ വ്രതം എടുത്തിട്ടൊക്കെ ഞാൻ ഒരു 800-900 എപ്പിസോഡ് 3 വർഷം ഞാൻ ഇതിന്റെ പിന്നിൽ അത്രയും എഫേർട്ട് ഇട്ട് ചെയ്ത ഒരു പരമ്പര കൂടിയാണ് കണ്ണന്റെ രാധ. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാല്, അഭിനയത്തിനെക്കാട്ടിലും 10 മടങ്ങ് എഫേർട്ട് വേണം ഒരു ഡബിങ് ചെയ്യാനായിട്ട്. കാരണം ഇമിറ്റേഷൻ ഇല്ലാത്തൊരു മേഖലയാണ് ഡബിങ്. നമ്മുടെ കഴിവ് തന്നെ അവിടെ പ്രയോഗിക്കണം. കണ്ണന്റെ രാധ എന്നൊരു സീരിയലിൽ ഞാൻ കണ്ണന് ശബ്ദമായതുകൊണ്ട് ഒരുപാട് പേര് എന്നെ അവഗണിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഈ ഫീൽഡില് എന്റേത് കണ്ണന്റെ സ്വരമാണ്, വേറെ കഥാപാത്രങ്ങൾക്ക് എന്റെ ശബ്ദം ചേരില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാര് എന്നെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ഒരുപാട് കഥാപാത്രങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും കൃഷ്ണനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ഈ ഒരു ശബ്ദം ഉണ്ടാവും. ഹായ് ഹലോ, അണ്ടർസ്കോറിലേക്ക് എല്ലാവർക്കും നമസ്കാരം. അപ്പം ഈ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ വൈറലാവുന്ന ഒരു കണ്ണന്റെ രാധയുടെ വീഡിയോ ഉണ്ട്. നമുക്ക് ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഒരു കണ്ണന്റെ സാന്നിധ്യം കിട്ടുക എന്ന് പറയുന്നത് ഒരു അത്ഭുതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരു ഹിന്ദി സീരിയല് പിന്നീട് അത് മലയാളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അത് എത്രത്തോളം സ്വീകരിക്കും എന്നുള്ളതാണ് ഈ ഒരു തെളിയിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത്. എന്തായാലും ഇൻസ്റ്റഗ്രാമിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ കണ്ണന്റെയും വീഡിയോയുടെയും ഓഡിയോയ്ക്ക് പിന്നിൽ അനീഷേട്ടനാണുള്ളത്. അനീഷേട്ടാ, ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോണു. എല്ലാരും തിരിച്ചറിയാൻ തുടങ്ങിയോ? തിരിച്ചറിയാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ ഇപ്പോ മലയാളികളുള്ള എല്ലായിടത്തും ഈ ഒരു റീൽ എത്തി എന്നുള്ളതാണ്. അതിന് ആദ്യം തന്നെ ഈ ഒരു റീല് ചെയ്തത് ആരാണെന്ന് എനിക്ക് ഇതുവരെ അറിയില്ല. അജയ് കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. പുള്ളിയാണ്, അത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഞാൻ പുള്ളിയെ പരിചയപ്പെടുന്നത്. അപ്പൊ പുള്ളിയാണ് ആദ്യമായിട്ട് കണ്ണന്റെ കൃഷ്ണവാണിയൊക്കെ തന്നെയും നമ്മൾ കട്ട് ചെയ്തിട്ട് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ റീലായിട്ട് ഇടുന്നത് അജയ് കൃഷ്ണയാണ്. അപ്പൊ അജയ് പണ്ട് എപ്പോഴോ ചെയ്ത് ഇതിൽ സീൻസ് 4 സീൻസ് അജയ് കട്ട് ചെയ്ത് ഇടാറുണ്ട്. അങ്ങനെ അജയ് എടുത്ത ഒരു സീനാണ് ഇത്. പക്ഷെ ഇത് റീലായിട്ട് ചെയ്തത് ആരാന്നുള്ളത് എനിക്കറിയില്ല. അത് സത്യത്തില് ഏറ്റവും കൂടുതൽ വൈറലായിരിക്കുന്നത് ഒരു ഓഡിയോ ആയിരുന്നു, ഒരു വീഡിയോ ആയിരുന്നു. അതായത് വൃന്ദാവനം കണ്ടെത്തിയത് ഞങ്ങളാണ് എന്നുള്ളൊരു വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ. ആ ഒരു വീഡിയോയും ഈ പറഞ്ഞ പോലെ അജയ് കട്ട് ചെയ്ത ഒരു ഇതാണ്. അത് എപ്പോഴോ ഇൻസ്റ്റയിൽ ഇട്ടിട്ട് പോയ ഒരു സാധനമാണ്. അത് പിന്നീട് ഈ ഒരു ശ്രീകൃഷ്ണ ജയന്തിക്കാണ് ആദ്യമായിട്ട് ആരോ എടുത്തത് റീലാക്കി ചെയ്യുകയും പിന്നെ അത് ഞാൻ നോക്കുമ്പോൾ ആ സമയത്ത് ഇത് കണ്ടപ്പോ ഒരു കൗതുകം തോന്നിയെങ്കിലും ഓക്കെ, അത് കോമിക്കായിട്ട് എനിക്കത് ഫീൽ ചെയ്തു. പിന്നീട് അതങ്ങ് നമ്മളങ്ങ് വേറെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവുകയാണല്ലോ. പിന്നീട് ദിവസങ്ങൾ കഴിയുന്തോറുമാണ് ഇതങ്ങ് ഒരു ഹൈപ്പിലേക്ക് എത്തിയത്. പിന്നീടാണ് ഇത് ഇത്രയും തരംഗമായി മാറി എന്നുള്ളത് ഞാൻ അറിയുന്നത് പിന്നീടാണ്. പിന്നെ കുറെ പേര് ഇൻസ്റ്റയിലും വാട്സാപ്പിലൊക്കെ ഇത് ഇടാൻ തുടങ്ങി. റീൽ ഇങ്ങനെ വരുന്നുണ്ട്, നിങ്ങളുടെ ഇത് റീൽ ഇങ്ങനെ ഒരു എന്താണ് വലിയൊരു പോപ്പുലർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടു. അപ്പൊ ഞാൻ ഒബിയസ്ലി ശരി, അത് അപ്പോഴും ഞാൻ എന്റെ ശബ്ദത്തിന്റെ ഇതാണെന്നൊന്നും ഞാൻ തിരിച്ചറിയുന്നത്. കാരണം ഇത് ആൾക്കാർ ചെയ്യുന്നതിന്റെ ഒരു കൗതുകം, പിന്നെ പലരും കോമിക്കായിട്ട് ചെയ്യുന്നത് കാണാൻ ഒരു രസമുണ്ട്. അപ്പൊ ആദ്യം ഇത് കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. കാരണം ഇതൊരു നല്ലൊരു സാധനം, നമ്മൾ വളരെ ഭക്തിയോടുകൂടി ചെയ്തൊരു സീൻ ഇങ്ങനെ ഒരു കോമിക്കായിട്ട് പോകുന്നതിൽ സങ്കടം ഉണ്ടായിരുന്നു. പിന്നീട് അത് കണ്ടപ്പോൾ അത് ഞാനും എൻജോയ് ചെയ്യാൻ തുടങ്ങി. കാരണം ഒരുപാട് ആൾക്കാര്, കുഞ്ഞു മക്കള് മുതൽ മുതിർന്ന അപ്പൂപ്പനും അമ്മൂമ്മയും വരെ ഇത് ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം അതിലൊരു ഭാഗമാകാൻ പറ്റിയല്ലോ, അത് ശബ്ദമായിട്ടെങ്കിലും എനിക്ക് അതിനകത്തൊരു ഭാഗമാകാൻ പറ്റിയല്ലോ എന്ന് സന്തോഷം തോന്നിയിട്ടുണ്ട് ആ നിമിഷത്തിൽ. നമ്മള് അതായത് പൊതുവെ ഈ ഡബ്ഡ് ആയിട്ടുള്ള വീഡിയോകൾ കാണുമ്പോൾ പലപ്പോഴും ആൾക്കാർക്ക് ചേരാത്തൊരു സൗണ്ട് ആയിരിക്കും. പക്ഷേ നമുക്ക് ഇതിലെ കൃഷ്ണനെ കാണുമ്പോൾ ഒരു ആകർഷണം തോന്നും. അതിലുപരിയാണ് ഈ സൗണ്ട് കേൾക്കുമ്പോൾ ഒരു കാര്യം എന്ന് പറയുന്നത്, ആ സൗണ്ടും ആ ഒരു വ്യക്തിനെ നമുക്ക് കാണുമ്പോൾ ഒരു കൃഷ്ണൻ നമ്മുടെ മുന്നിൽ വന്ന് നിന്ന് സംസാരിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അത്രയേറെ ഒരു കുസൃതി നിറഞ്ഞ ചിരിയാണെങ്കിലും ഇങ്ങനെ ആ നോട്ടത്തിനനുസരിച്ചുള്ള ആ സ്വരത്തിന്റെ ഓരോരോ വേരിയേഷൻ പോലും അങ്ങനെയാണ്. അപ്പൊ അതെങ്ങനെ പാടായിരുന്നു? കാരണം അതൊരു ഹിന്ദി സീരിയലാണ്, പിന്നീട് അത് മലയാളത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരുന്നു? നല്ലൊരു ചോദ്യം രേഷ്മ ചോദിച്ചത്. കാരണം
പൊതുവെ ഡബ് സീരിയൽസിനെ ആൾക്കാർ അല്ലെങ്കിൽ ഡബ് സീരിയലും ഡബ് സിനിമയൊക്കെയും കോമിക്കായിട്ട് കാണുന്ന ഒരു സമൂഹമാണ്. നമുക്ക് എന്ത് ചെയ്താലും ഇന്ന് അതിനകത്ത് അമ്മയെ തലയിൽ രണ്ടു വശം എന്ന് പറയുന്ന പോലെ എപ്പോഴും നമ്മളൊരു നല്ല കാര്യം ചെയ്തിരുന്നാൽ തന്നെയും നന്നായിട്ട് ചെയ്താൽ കൂടിയും അതിന് മോശം പറയുന്നവരാണ് കൂടുതലും. നമുക്കിപ്പോ അറിയില്ല, ഒരു ഇന്റർവ്യൂ കണ്ടാലും നമുക്ക് അതിന് താഴെ വരുന്ന കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ വിഷമം തോന്നാറുണ്ട്. ചിലപ്പോൾ അത് സദുദ്ദേശത്തോട് ചെയ്യുന്ന പല കാര്യങ്ങളും മോശം രീതിയിലേക്ക് പോവാറുണ്ട്. ഈ കണ്ണന്റെ രാധയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു ഒരു എന്താ പറയാ, അങ്ങനെ ഒരു മോശം അഭിപ്രായം എവിടെ നിന്നും ഞാൻ കേട്ടിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു എനിക്ക് കിട്ടിയ ഒരു വലിയൊരു സന്തോഷം തോന്നിയ കാര്യം എന്ന് പറയുന്നത് അതാണ്. കാരണം ഈ ഒരു കണ്ണന്റെ രാധ ടെലികാസ്റ്റ് ചെയ്തതിനു ശേഷം 2018 ഈ ഒരു പരമ്പര നമ്മുടെ മലയാളത്തിലേക്ക് വരുന്നത്. അറ്റ് എ ടൈം തന്നെയാണ് സ്റ്റാർ ഭാരതിൽ രാധാകൃഷ്ണൻ എന്ന പേരിൽ ഇത് പൊക്കോണ്ടിരുന്നത്. അപ്പോ എനിക്ക് തോന്നുന്നു ഒരു 10-20 എപ്പിസോഡിന്റെ വ്യത്യാസമേ ഉള്ളൂ ഹിന്ദിയും മലയാളവും തമ്മിൽ. അങ്ങനെ അടുത്തടുത്ത് പൊക്കോണ്ടിരുന്ന സീരിയലായിരുന്നു. സോ സ്റ്റാർ ഭാരതിൽ ഒരു വമ്പൻ ഹിറ്റ് ആയിരുന്നു ഈ ഒരു പരമ്പര. കാരണം രാധയുടെയും കൃഷ്ണന്റെയും പ്രണയമാണ് ഇതിന്റെ ഒരു തീം എന്ന് പറയുന്നത്. അപ്പൊ മലയാളത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ കാസ്റ്റിംഗ് ഒക്കെ രാധയ്ക്കും കൃഷ്ണനും പ്രത്യേകം കാസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ബാക്കി ആർട്ടിസ്റ്റുകളെല്ലാം അവരുടെ ഔചിത്യം അനുസരിച്ച് അവരെ സെലക്ട് ചെയ്യുക ചെയ്തത്. അപ്പോൾ ഇതിന്റെ കാസ്റ്റിംഗ് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ജിമോളിച്ച് എന്നെ വിളിക്കുന്നത്. അനീഷിനാണ് ഇത് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എന്നെ അതിലേക്ക് ക്ഷണിക്കുകയും ഞാനിത് ഡബ് ചെയ്ത് തുടങ്ങുകയും ചെയ്തു. പക്ഷെ അപ്പോഴൊന്നും ഞാൻ അറിഞ്ഞില്ല ഇത് ഇത്രയും ആൾക്കാർ സ്വീകരിക്കും, നമ്മുടെ ഒരു ശബ്ദം. ഞാൻ അതിനു മുന്നേ ഒരുപാട് പരമ്പരകളും സിനിമകളും ഒക്കെ ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്, ഫിലിം ചെയ്തിട്ടുണ്ട്. എങ്കിൽ കൂടിയും നമ്മൾ ആൾക്കാർ ശ്രദ്ധിക്കുക എന്നുള്ളതാണല്ലോ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു വലിയ കാര്യം. അത് ഈ ഒരു സീരിയലിന്റെ ശക്തിയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സുമേധ് മുദ്ഗൽക്കർ എന്ന് പറഞ്ഞ ഈ ഒരു കൃഷ്ണനായിട്ട് അഭിനയിച്ചിരിക്കുന്ന പയ്യന്റെ അഭിനയ പാടവം, പിന്നെ അവനെ കാണാനുള്ള ഒരു കൗതുകം, എല്ലാവർക്കും ആ കൃഷ്ണനെ ഇഷ്ടമാണ്. കാരണം വളരെ കുസൃതി നിറഞ്ഞ വളരെ വളരെ മനോഹരമായിട്ട് അഭിനയിക്കുന്ന ഒരു ആളാണ് സുമേധ് മുദ്ഗൽക്കർ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന്റെ അഭിനയത്തോടൊപ്പം എത്തുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയുമായിരുന്നു. അപ്പോ സുമേധാണ് എനിക്ക് തോന്നുന്നത് എന്റെ ശബ്ദത്തെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ സ്നേഹിച്ചത് സുമേധിന്റെ അഭിനയവും സുമേധ് എന്നൊരു വ്യക്തി, ഐ മീൻ ആ കൃഷ്ണനായിട്ട് വരുമ്പോൾ ഉള്ള ഒരു സ്റ്റേജ് അപ്പിയറൻസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ സ്ക്രീൻ അപ്പിയറൻസ്, അത് കൂടുതലും ആൾക്കാരെയും ആകർഷിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു സൗണ്ടും അതേപോലെ മാച്ച് ആവുന്നുണ്ട്, വളരെയധികം മാച്ച്. പക്ഷെ അത് ഞാനല്ലല്ലോ പറയേണ്ടത്, പ്രേക്ഷകരാണ് പറയേണ്ടത്. എന്തായാലും അത് എനിക്ക് അങ്ങനെ ഒരു മോശം കമന്റ് വരാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട്. കാരണം അത്തരത്തിൽ ഇപ്പോ രേഷ്മ പറഞ്ഞതുപോലെ തന്നെ ആൾക്കാരത് സ്വീകരിച്ചു തെളിവായിരുന്നു. എനിക്കൊരു 10-200 എപ്പിസോഡ് പോയതിനു ശേഷമാണ് എന്റെ ശബ്ദം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിയാൻ തുടങ്ങിയത്. അത് ഒരുപാട് അഭിമാനവും സന്തോഷവും തോന്നിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇങ്ങനെ ഡബ് ചെയ്തപ്പം ഇങ്ങനെ ഒരു ഇത് തോന്നിയിരുന്നു, ഇത് ഇഷ്ടപ്പെടുമായിരിക്കും ആൾക്കാർക്ക്? ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു മുഴുനീള കഥാപാത്രം അല്ലല്ലോ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഒരു സീനിൽ 2-3 സീനിൽ വന്നു പോകുന്ന കഥാപാത്രങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ആയിരിക്കും. നമ്മൾ ഷോർട്ട് ഫിലിം നമ്മൾ വളരെ കാര്യമായിട്ട് നമ്മൾ നോക്കുന്നില്ല, ചിലപ്പോൾ വല്ലപ്പോഴും നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണുന്നതായിരിക്കും. അതുകൊണ്ട് അതിന് ഞാൻ കൂടുതൽ കാര്യമായിട്ട് അത് ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പൊ ഈ ഒരു കണ്ണന്റെ രാധ ചെയ്യുമ്പോഴാണ് ഒരു മുഴുനീള കഥാപാത്രമാണ്, അതും കൃഷ്ണൻ എന്നൊരു വലിയ എന്താ പറയാ ഒരു ദൈവത്തിന്റെ ഒരു പുരാണ പരമ്പരയാണിത് പറയുന്നത്. പലരും വിമർശിക്കാറുണ്ട് ഈ ഒരു ഇതിൽ പോകുന്ന കഥയൊക്കെ ഫേക്ക് ആണെന്നുള്ളത്. നമ്മൾ പുരാണം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിലെ കഥകളൊക്കെ തന്നെയും റിയൽ ആയിട്ടുള്ള കഥകൾ തന്നെയാണ്. പക്ഷെ ഇന്നത്തെ കുറച്ച് എക്സാജറേഷൻ ഈ ഒരു പരമ്പരയിൽ കൊടുത്തിട്ടുണ്ട്. കാരണം കുറച്ച് ജനങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഇപ്പോൾ കണ്ണന്റെ രാധയുടെ പ്രണയമാണെങ്കിലും വിഷ്വലൈസ് ചെയ്തിരിക്കുന്നതും ഒക്കെ തന്നെയും കുറച്ച് എക്സാജറേഷൻ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ കഥയിൽ നിന്നും വ്യതിചലിച്ചിട്ടില്ല എന്നുള്ളതാണ് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അനുഷ്ഠയുടെ ഇത് കഥ കുറച്ച് മാറ്റിയൊക്കെ ചെയ്തിട്ടില്ലേ എന്നുള്ളത്. കഥ മാറ്റിയിട്ടില്ല ആക്ച്വലി. അത് നമുക്ക് പുരാണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് നിങ്ങൾക്ക് അത് മനസ്സിലാവും. കഥയില് ചില പൊടിക്കൈകൾ അവര് ഇമ്പാക്ടിന് വേണ്ടിയിട്ട് ചേർത്തിട്ടുണ്ടെന്നുള്ളതാണ് അതിന്റെ ഒരു ഡയലോഗ്സ് തന്നെ ആയിരിക്കും. ഡയലോഗുകളെല്ലാം അത് തന്നെയായിരിക്കും. ഹിന്ദിയിൽ അവര് സ്പോട്ട് ഡബിങ് ആണ് അത് ആക്ച്വലി അവർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ മലയാളത്തിൽ വരുമ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് നമ്മളത് ഡബ് ചെയ്യുക ചെയ്തോണ്ടിരുന്നത്. അതെ അതെ അതെ. അപ്പൊ ഇപ്പം ഈ ഒരു കൃഷ്ണനും രാധയും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്, മില്യൺസ് വ്യൂസ് ആണ് കിട്ടുന്നത്. നിങ്ങളെ തിരിച്ചറിയാൻ തുടങ്ങി. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? ഇതിനെങ്ങനെയാണെന്ന് സത്യത്തിൽ അങ്ങനെ ഒരു ഈ ഒരു റീല് പോപ്പുലർ ആയി എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷെ എന്നെ കുറെ ആൾക്കാർ, എന്നെയും രാധയും സൂര്യയും തിരിച്ചറിഞ്ഞതും ഒരു പക്ഷേ ഈ ഒരു പരമ്പര 2023 അവസാനിച്ചതിന് ശേഷം കുറെ എപ്പിസോഡുകൾ, ഒരു 300-400 എപ്പിസോഡുകളോളം ബാക്കി ഉണ്ടായിരുന്നു. ഏഷ്യാനെറ്റ് അത് എന്തുകൊണ്ടോ ഡബ് സീരിയൽ നിർത്തിയ കൂട്ടത്തിൽ കണ്ണന്റെ രാധയും ഒരു സ്റ്റോപ്പ് ചെയ്യുക ചെയ്തത്. അപ്പോൾ ഒരുപാട് പ്രേക്ഷകര് എനിക്ക് മെസ്സേജ് ഇടാറുണ്ട്, ചേട്ടാ ഏഷ്യാനെറ്റിനോട് ഒന്ന് പറയോ ഈ ഒരു പരമ്പര വീണ്ടും ടെലികാസ്റ്റ് ചെയ്യാൻ, ഇത് കാണാൻ ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹിച്ച് കാണുന്നതാണ്. തമിഴ്നാട്ടിൽ നിന്ന് എന്നെ അതിശയപ്പെടുത്തിയ വേറൊരു കാര്യം, തമിഴ്നാട്ടിൽ നിന്നൊക്കെ തന്നെയും ഒരുപാട് ആൾക്കാർ ഇത് നിർത്തിയപ്പോൾ മെസ്സേജ് ഇട്ടു എന്നുള്ളതാണ്. കാരണം അവർ മലയാളം പഠിക്കാൻ വേണ്ടിയിട്ട് കണ്ണന്റെ രാധ കാണുമായിരുന്നു, ഇത് നിർത്തിയത് വലിയ സങ്കടമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഈ പോലെയാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ആൾക്കാർ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നി. കാരണം ഇത്തരത്തിൽ ആൾക്കാർ സ്വീകരിച്ച ഒരു പരമ്പര എന്തുകൊണ്ടാണ് ഏഷ്യാനെറ്റ് നിർത്തിയെന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഈ ഒരു റീല് വൈറലായതിനു ശേഷം ഒരുപാട് പേർ അത്തരത്തിൽ ചോദിക്കാറുണ്ട്, ചേട്ടൻ അന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് ഏഷ്യാനെറ്റിനോട് സംസാരിച്ചുകൂടെയെന്ന്. അത് ചാനലിലെ തീരുമാനമാണ്. ആക്ച്വലി ഒരു പരമ്പര കണ്ടിന്യൂ ചെയ്യണോ വേണ്ടെന്നുള്ള ചാനലിലെ തീരുമാനമാണ്. എനിവേ എന്തായാലും ഈ ഒരു റീല് തരംഗമായ സ്ഥിതിക്ക് ഏഷ്യാനെറ്റ് അങ്ങനെ ഒരു തോന്നൽ
നന്നായിട്ട് ബാക്കിയുള്ള എപ്പിസോഡ്സ് കൂടി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ സാധിക്കട്ടെ, അവർക്ക് അങ്ങനെ മനസ്സിൽ തോന്നട്ടെ എന്ന് ഞാൻ പറയണു. രേഷ്മ ചോദിച്ചത് വൈറലായതിനു ശേഷം എന്റെ ഒരു അനുഭവം എന്താണെന്ന്. ഒരുപാട് പേര് എന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് എന്നുള്ളത് കണ്ണന്റെ രാധ കൂടിയാണ് ഒരുപാട് പേര് ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ്, അനീഷ് എന്നൊരു ഡബിങ് ആർട്ടിസ്റ്റ് ഉണ്ട് എന്ന് പുറം ലോകം അറിഞ്ഞത്. ഈ കണ്ണന്റെ ശബ്ദം പോകുമ്പോൾ കുറെ പേര് വേറെ ആൾക്കാരുടെ ശബ്ദമാണെന്ന് ധരിച്ചിട്ടുണ്ടായിരുന്നു. ശരത്തേട്ടന്റെയും അതുപോലെ വേറെയും പല ആൾക്കാരുടെ ശബ്ദമാണ് എന്ന് ധരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് ഞാൻ സോഷ്യൽ മീഡിയയിലോ ഇന്റർവ്യൂസോ ഒന്നും അധികം അത്ര ആക്റ്റീവ് ആവാത്ത ഒരാളായിരുന്നു. സോ ഇത് വന്നതിന് ശേഷമാണ് ആൾക്കാർ എന്നെ തിരിച്ചറിയുകയും ഇപ്പൊ ഒരുപാട് പേരുടെ സ്നേഹം കാണുമ്പോൾ സത്യത്തിൽ അത് ആ ഒരു കഥാപാത്രം എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് എന്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു. നമ്മളൊരു 1000 സിനിമയോ അല്ലെങ്കിൽ ഒരു 10,000 സിനിമയോ അല്ലെങ്കിൽ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ ഡബ് ചെയ്യുന്നതിനോ ഒക്കെ അപ്പുറം ഒരു കഥാപാത്രം ചെയ്ത് ക്ലിക്ക് ആവുക, നമ്മുടെ ശബ്ദത്തിലൂടെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക, തിരിച്ചറിയുക എന്നുള്ളത് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അംഗീകാരമാണ്. നമ്മൾ എത്ര സിനിമ ചെയ്തു അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം ഡബ് ചെയ്തു എന്നുള്ളതിലല്ലല്ലോ കാര്യം. നമ്മൾ ചെയ്ത ഒരു കാര്യമാണെങ്കിലും അത് ജനങ്ങൾ സ്നേഹിക്കുമ്പോഴാണ് ഒരു കലാകാരനും വളർച്ച ഉണ്ടാവുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ യൂത്തിനിടയിലാണെങ്കിലും അവർക്ക് വലിയൊരു ആരാധന ഈ കണ്ണനോടും അതേപോലെ ഈ സൗണ്ടിനോടും തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പല രീതിയിലുള്ള റീൽസ്, നേരത്തെ പറഞ്ഞതുപോലെ ചേട്ടൻ പറഞ്ഞതുപോലെ പല ടൈപ്പ് റീൽസ് ആണ് ഇടുന്നത്. ചിലപ്പോൾ ചിലതാരെ അംഗീകരിക്കാം, എന്നാൽ അതൊരു ഫണ്ണായിട്ടും എടുക്കാം. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയേറെ റീച്ച് ആവുന്നുണ്ട്, അല്ലെങ്കിൽ അത്രയേറെ അത് മുന്നോട്ട് പോയി കഴിഞ്ഞു. ആ ഒരു റീൽസിനെ എങ്ങനെയാണ് കാണുന്നത്? അതായത് ചിലവർ ഫണ്ണായിട്ട് എടുക്കുന്നത് റീൽസിനെല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ എടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുജനം പല വിധമാണല്ലോ, എല്ലാവർക്കും ഓരോരോ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. ഇപ്പൊ ഒരു സാധനം നമുക്ക് പല രീതിയിൽ നമുക്കത് കൺവേ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡയലോഗ് പറയുമ്പോൾ നമുക്കത് പല സ്റ്റൈലിൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ തന്നെ ബഹുജനം പല വിധമായതുകൊണ്ട് അവരുടെ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് അവർക്ക് അത് ചെയ്യാൻ പറ്റും. അവരുടെ കാഴ്ചപ്പാടുകളാണ്. ഇപ്പൊ ഞാൻ ഇടയ്ക്ക് കണ്ടത് പുട്ടും പഴവും തമ്മിൽ സംസാരിക്കുന്ന ഒരു റീലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പല പല മദ്യഷോപ്പിൽ നിൽക്കുമ്പോൾ അവിടെ മദ്യം വാങ്ങാൻ നിൽക്കുന്നവരുടെ തമ്മിൽ ഒരു കോൺവെർസേഷൻ പോലെ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഒരു ഒരു ഡിവോഷണൽ സാധനം മറ്റുള്ളവർക്ക് അത് ഹാപ്പിനെസ് തരുന്നുണ്ടെങ്കിൽ, അത് കണ്ടുപോയി നമ്മൾ ചിരിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ആ റീൽ ചെയ്ത വ്യക്തിയുടെ വിജയം തന്നെയാണ് അല്ലെ. നമ്മളത് കാണുമ്പോൾ ചിരിക്കുന്നുണ്ടെങ്കിൽ, നമ്മളത് ഓർത്തു വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ അത്രയും എഫേർട്ട് ഇട്ട് ചെയ്ത ഒരു കാര്യം. നമ്മൾ ഡയലോഗ് നമ്മൾ ചെയ്തു പോയ ഒരു സാധനം അവരത് റീക്രിയേറ്റ് ചെയ്യുമ്പോൾ അവരുടെ എഫേർട്ടിനെ ഞാൻ മാനിക്കുന്നു. അതിപ്പോ കോഴിക്കോട്ടെ അല്ലെങ്കിൽ അവരത് മറ്റൊരാൾക്ക് ചിലപ്പോൾ ഇൻസൾട്ടിംഗ് ആയിട്ട് തോന്നുമായിരിക്കും, എങ്കിലും അവർ ആ ചെയ്യുന്ന എഫേർട്ട്, നമ്മുടെ ഒരു ഡയലോഗ് എടുത്തിട്ട് അവർ അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്നത്, അത് അവരുടെ മനസ്സിന് ഞാൻ തീർച്ചയായിട്ടും ഒരു ബിഗ് സല്യൂട്ട് പറയാണ്. കാരണം അത് എല്ലാവർക്കും തോന്നണം എന്നില്ലല്ലോ. നമുക്കൊരു സാധനം ഇപ്പോൾ ഒരു വൈറൽ ആയതുകൊണ്ട് ഞാൻ ചെയ്തു എന്ന് പറയുന്നത് അർത്ഥമില്ല. അത് ചെയ്യാനൊരു മനസ്സിലായി. ഞാൻ ഈ പറഞ്ഞ കണക്ക് തന്നെ ഈ കണ്ണന്റെ രാധയുടെ വീഡിയോക്ക് മുന്നേ ഞാൻ ആദ്യമേ റീല് ആണ് ശരിക്കും കണ്ടത്. അതായത് കാർത്തിക് സൂര്യയുടെ ഒരു റീല് ഇതിനെ പറ്റി ഭയങ്കരമായിട്ട് റീച്ച് ആയിരുന്നു. അപ്പോഴാണ് കുറച്ചുകൂടി എനിക്ക് തോന്നുന്ന ആൾക്കാരിലേക്ക് റീച്ച് എത്തി ഒറിജിനൽ വീഡിയോ തപ്പി പോകുന്നത്. അപ്പൊ ഞാനും ഈ കാർത്തിക് സൂര്യയുടെ വീഡിയോ കണ്ടതിന് ശേഷം പിന്നീട് ഒറിജിനലിലേക്ക് തപ്പി പോകുമ്പോഴാണ് ഈ ഒരു സൗണ്ട് ആണ് ഏറ്റവും കൂടുതൽ ഒരു ഇമ്പാക്ട് ചെയ്യുന്നത്. ആ ഒരു സൗണ്ട് രണ്ടുപേരുടെയും അത് എന്തുകൊണ്ടോ ഭഗവാൻ എന്നെ നിയോഗിച്ച എല്ലാ ഇന്റർവ്യൂലും പറയുന്നത്, എല്ലാവരും ചോദിക്കുന്നത് ഭഗവാനാണോ ക്രെഡിറ്റ്? തീർച്ചയായിട്ടും ഭഗവാൻ തന്നെയാണ് ക്രെഡിറ്റ്. എന്നെ ഒരു കഥാപാത്രം, നമ്മുടെ സമൂഹത്തിൽ എത്രയോ ആൾക്കാരുണ്ട് അല്ലെ, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. എല്ലാവരും നല്ല കഴിവുള്ള ആർട്ടിസ്റ്റുകളാണ്. നമുക്ക് നമ്മുടെ ഡബിംഗ് ഫീൽഡിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും, ഒவ்வொരു ആർട്ടിസ്റ്റും നോക്കിക്കഴിഞ്ഞാലും മികച്ച ആർട്ടിസ്റ്റുകളാണ്, ആരും മോശക്കാരല്ല. അപ്പോൾ ഭഗവാൻ നമ്മളെ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തു എന്നുള്ളത്, അതിന് ഭഗവാനോട് തന്നെയാണ് എനിക്ക് എപ്പോഴും കടപ്പാടുള്ളത്. ഫസ്റ്റ് വൺ. കാരണം പിന്നീട് എന്നെ ഇതിലേക്ക് സെലക്ട് ചെയ്ത് ജിമോളിച്ച് എവരുടെ അടുത്തും എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു കഥാപാത്രം ഇന്ന ആളുടെ വോയിസ് അതിന് ആപ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ കൈകളിലേക്ക് തരുമ്പോൾ ഒരു വിശ്വാസം ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് തരുന്നു, അത് ഇന്ന ആളത് ചെയ്യും. ആ വിശ്വാസം തെറ്റിക്കരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു കഥാപാത്രം അത് നാളെ ആൾക്കാർ അത് ഓർക്കണം എന്ന് എനിക്കൊരു വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു വൈറലാകും നമ്മൾ ഡബ് ചെയ്യുന്നത്, നമുക്കൊരു കഥാപാത്രം തരുമ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ ഞാനും അതിനകത്ത് എഫേർട്ട് ഇട്ടു, 100% ഡെഡിക്കേഷനോട് കൂടി തന്നെ ഒരു കഥാപാത്രം ചെയ്തു. സത്യത്തിൽ ഞാനൊരു വെജിറ്റേറിയൻ ആണെങ്കിൽ കൂടി എഗിറ്റേറിയൻ, കാരണം ഞാൻ എഗ് കഴിക്കും, വേറെ നോൺ വെജ് ഒന്നും കഴിക്കില്ല. ആ സമയത്ത് ഫുൾ വ്രതം എടുത്തിട്ടൊക്കെ ഞാൻ ഒരു 800-900 എപ്പിസോഡ് 3 വർഷം ഞാൻ ഇതിന്റെ പിന്നിൽ അത്രയും എഫേർട്ട് ഇട്ട് ചെയ്ത ഒരു പരമ്പര കൂടിയാണ് കണ്ണന്റെ രാധ. അതുകൊണ്ട് തന്നെ വ്രതം എടുക്കുന്ന പറഞ്ഞാൽ ഞാൻ വെജിറ്റേറിയൻ ആയിട്ട് ഇരുന്നിട്ട് അങ്ങനെ ചെയ്ത ഒരു പരമ്പര കൂടിയാണ്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് സത്യത്തിൽ ഇത്രയും വർഷം കഴിഞ്ഞു, 2022-ലോ 2023-ലോ പരമ്പര അവസാനിച്ച് ഇപ്പോഴും അത് ജനങ്ങൾ എടുക്കൂ, അല്ലെങ്കിൽ നമ്മുടെ ശബ്ദത്തെ തിരിച്ചറിഞ്ഞ് ഒരുപാട് അഭിനന്ദനങ്ങളും സ്നേഹവും ഒക്കെ അറിയിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമ്മള് കർമ്മയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മൾ കർമ്മം വളരെ ആത്മാർത്ഥതയോടെ നമ്മൾ ആ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം ദൈവം നാളെ തരും എന്നുള്ളതിനൊരു തെളിവ് കൂടിയാണ്. അതിപ്പോ ഒരു കോമിക്കിന്റെ രൂപത്തിലാണെങ്കിൽ കൂടിയും അല്ലെങ്കിൽ അതിന്റെ റീലിന്റെ സ്വഭാവത്തോടു കൂടിയാണെങ്കിൽ
കൂടിയും അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഭഗവാനോട് നന്ദിയുണ്ട്. ഭഗവാൻ തന്നൊരു ബ്ലെസ്സിങ് ആണ് എനിക്ക് ഈ ശബ്ദവും, എനിക്ക് അത് ജനങ്ങളിലേക്ക് ആ ശബ്ദത്തിലൂടെ കൃഷ്ണനായിട്ട് എത്താൻ പറ്റിയതും ഒക്കെ അത് ഭഗവാൻ തന്നൊരു അനുഗ്രഹമാണ്. എന്റെ ഒരു കഴിവുമില്ല അതിനകത്ത്. നമ്മളെ ഭഗവാൻ നിയോഗിച്ചു, ഭഗവാന്റെ നാമത്തിൽ ആ ഒരു സാധനം ചെയ്തു, അത് ജനങ്ങൾ ഏറ്റെടുത്തു. അതില് ഒരുപാട് സന്തോഷം. അപ്പം ഇപ്പൊ ഇങ്ങനെ ഭയങ്കര സ്പീഡിന് പറഞ്ഞുകൊണ്ട് വരുന്നത്, എനിക്ക് വേണ്ടി 2 വാക്ക് എന്തെങ്കിലും സംസാരിക്കും ആ ഒരു കണ്ണന്റെ കണ്ണിന്റെ ഡയലോഗുകളെല്ലാം എപ്പോഴും നമ്മളൊരു കോൺവെർസേഷൻ മോഡിലാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അതൊന്നും പെട്ടെന്ന് എനിക്കിങ്ങനെ ഡയലോഗ് ഒന്നും ഓർമ്മയില്ല. എന്ത് ഡയലോഗാ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഈ റീലിൽ വൈറലായ ഡയലോഗാണ്. ഏതെങ്കിലും വൈറലായതായാലും മതി. ഒരുപാട് സീൻസ് ഇപ്പോ ഇതിന് ശേഷം ഒരുപാട് ആൾക്കാർ അത് ചെയ്തിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ കണ്ണന്റെ വിവാഹം ഉറപ്പിക്കാനായിട്ട് യശോദാമ്മ വരികയാണ്. കണ്ണനെ കല്യാണം കഴിപ്പിക്കണം. അപ്പൊ അതിന് പെൺകുട്ടി അന്വേഷിച്ച് നടക്കുകയാണ് യശോദാമ്മ. അപ്പോ കണ്ണനും അമ്മയും തമ്മിലുള്ള അതെ ഒരു കോൺവെർസേഷൻ. അപ്പോ എല്ലാവർക്കും അറിയാം കണ്ണനും രാധയും തമ്മിൽ ഇഷ്ടത്തിലാണ് എന്നറിയാം. പക്ഷെ കണ്ണൻ അത് സമ്മതിച്ചു കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇവര് ഗ്രാമത്തിൽ പുറത്തു പോയി പെൺകുട്ടിയെ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് അന്വേഷിക്കാനായിട്ട് പോവുകയാണ്, രാധയുടെ അമ്മയും കണ്ണന്റെ അമ്മയും കൂടി ചേർന്നിട്ട്. അപ്പോ കണ്ണൻ അമ്മയോട് പറയാണ്, അമ്മേ അമ്മ എങ്ങോട്ടാ ഈ പോകുന്നത്? നമ്മുടെ ഗ്രാമത്തിൽ തന്നെ നല്ല കുട്ടികൾ. അമ്മ ഞാനൊന്ന് പറഞ്ഞോട്ടെ അമ്മേ, നമ്മുടെ ഗ്രാമത്തിലെ കുട്ടികളുള്ളപ്പോ അമ്മ എന്തിനാ പുറത്തേക്ക് പോകുന്നേ എന്നിങ്ങനെ പറയുന്ന ഒരു ഡയലോഗ്. അപ്പൊ രാധ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. അപ്പൊ രാധ ഉദ്ദേശിച്ചാണ് പറയുന്നത് അമ്മ എങ്ങോട്ട് നോക്കും അമ്മ എന്ന് പറഞ്ഞിട്ട് കണ്ണൻ പറയുന്ന ഡയലോഗ്. ഇതിനകത്ത് ഈ ഡയലോഗ് ഒക്കെ പറയുമ്പോൾ തന്നെ ഇവരുടെ ഇമോഷൻസ് നിങ്ങൾക്കും തീർച്ചയായിട്ടും നമ്മള് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്യാവശ്യം അഭിനയിക്കുന്ന 1-2 സീരിയലും സിനിമയൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാല്, അഭിനയത്തിനെക്കാട്ടിലും 10 മടങ്ങ് എഫേർട്ട് വേണം ഒരു ഡബിങ് ചെയ്യാനായിട്ട്. കാരണം ഒരു ഡബിങ് ആർട്ടിസ്റ്റ് തന്നെയാണ് ഞാൻ, ഒരു ഡബിങ് ആർട്ടിസ്റ്റ് കൂടി ആയതുകൊണ്ട് പറയാണ്. കാരണം ഒരു കഥാപാത്രം നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു ശബ്ദത്തിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ഒരു കഥാപാത്രം അഭിനയിച്ചു വെച്ചിരിക്കുന്നതിന്റെ 10 മടങ്ങ് നമ്മൾ എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ അത് ജനഹൃദയങ്ങളിലും അവരുടെ കേൾവിയിലും അത് പതിയുള്ളൂ. അതിന് മ്യൂസിക്, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്നുള്ള മ്യൂസിക് ഒക്കെ പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ചിത്രചേച്ചിയും ദാസേട്ടനെയൊക്കെ നമ്മൾ ഇപ്പോഴും അത് ആരാധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ശബ്ദത്തിന്റെ ഒരു മഹാത്മ്യം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ശബ്ദ നമ്മൾ ഡബിംഗ് എന്ന് പറയുന്ന ഒരു നിസ്സാരമായിട്ടൊരു കലയല്ല, വളരെ ഗൗരവമായിട്ട് കാണേണ്ടുന്ന എന്നാൽ വളരെ എഫേർട്ട് ഉള്ള, ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഭാഗമാണ് ഡബിംഗ് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഭാഗ്യലക്ഷ്മി ചേച്ചിയൊക്കെ വേണ്ടി വന്നു ഒരു ഡബിംഗ് ആർട്ടിസ്റ്റുകൾ ഉണ്ട് ഈ സമൂഹത്തിൽ അറിയിക്കാൻ ഒരു ഭാഗ്യലക്ഷ്മി വേണ്ടി വന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോ ഈ ഒരു ഡബിംഗ് എന്ന് പറയുന്നത് വലിയൊരു കലയാണ്. നമുക്ക് അത്രയും എഫേർട്ട് ഉള്ള ഒരു കലയാണ്. നമുക്ക് വെറുതെ ആർക്കും വന്ന് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു സംഗതി അല്ല. അഭിനയം നമുക്ക് പിന്നെയും പഠിക്കാം. നമുക്ക് റോൾ മോഡൽ ഉണ്ട്. നമുക്ക് അഭിനയം ഇന്നയാൾ അഭിനയിച്ചതുപോലെ നമുക്ക് അഭിനയിക്കാം, അല്ലെങ്കിൽ ഇന്നയുടെ മാനറിസം നമുക്ക് അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരു വിശ്വാസം കാണാം. നമുക്ക് കണ്ണയുടെ മുന്നിൽ നിന്ന് അഭിനയിച്ച് നോക്കാം, ഇന്നയാൾ ചെയ്തപ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഇങ്ങനെയായിരിക്കണം, നമ്മുടെ മുഖം ഇങ്ങനെയായിരിക്കണം, ചിരി ഇങ്ങനെയായിരിക്കണം എന്നൊക്കെ നമുക്ക് കണ്ടുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഡബിങ്ങിൽ ഒരിക്കലും നമുക്ക് ഒരു റോൾ മോഡൽ പറയാൻ പറ്റില്ല. കാരണം ഇമിറ്റേഷൻ ഇല്ലാത്ത ഒരു മേഖലയാണ് ഡബിങ്. നമ്മുടെ കഴിവ് തന്നെ അവിടെ പ്രയോഗിക്കണം. ഒരു കഥാപാത്രം ആവശ്യപ്പെടുന്നത് എന്താണോ അതിനനുസരിച്ച് നമ്മുടെ വോയിസ് മോഡുലേഷൻ കൊടുക്കണം, ശബ്ദ വിന്യാസങ്ങൾ നടത്തണം. ഇതെല്ലാം നമുക്ക് നമ്മുടെ ഒരു ഇൻബോൺ ടാലന്റ് തന്നെ എടുക്കണം. പല ഇമോഷൻസും ആ ഒരു കഥാപാത്രം ആവശ്യപ്പെടുമ്പോൾ അത് ഡബിങ്ങും നമ്മൾ ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ ഒരിക്കലും അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല. ആ കഥാപാത്രത്തെ അത് മോശമായിട്ട് ബാധിക്കും. അപ്പോൾ ഡബിങ് ഒരു പരിധി വരെ അഭിനേതാക്കളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഇമോഷൻസും കൂടുതൽ തീർച്ചയായിട്ടും ഒരു കഥാപാത്രം ഇപ്പോ ഒരു കരച്ചിൽ കുറച്ച് വേണ്ടുന്ന ഡെപ്ത് ഉള്ള ഒരു കരച്ചിലാണ്, പക്ഷെ അതിൽ അഭിനയിച്ചിരിക്കുന്ന ആൾ അത്രയും ഡെപ്ത് കൊടുത്തിട്ടില്ല. പക്ഷെ ഒരു സംവിധായകൻ പറയാണ് അത്രയും ഡെപ്ത് വേണം, അല്ലെങ്കിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ പറയണം അത്രയും ഡെപ്തോടുകൂടി കരയണം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഇമോഷൻ കൊടുത്തില്ലെങ്കിൽ ഒരിക്കലും അത് കേൾവിക്കാരന്റെ, പലപ്പോഴും ഈ ഒരു കാഴ്ചയുള്ളവർ മാത്രമല്ലല്ലോ സീരിയൽ കാണുന്നത്, കാഴ്ച ഇല്ലാത്ത ആൾക്കാർ കേൾക്കും അല്ലെ, പരമ്പരകളൊക്കെ തന്നെയും നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ അവരുടെ മനസ്സിൽ നമ്മുടെ ശബ്ദത്തിലൂടെയാണ് ഒരു രൂപം ഉണ്ടാവുന്നത്. ഇപ്പൊ റേഡിയോയിൽ നമ്മൾ പറയും, റേഡിയോയിൽ നമുക്ക് ശബ്ദം കേൾക്കുമ്പോൾ അവർക്ക് ഒരു രൂപമുണ്ട്, ഇന്ന ആളാണ്, ഇങ്ങനൊരു രൂപം ആയിരിക്കും എന്ന് ചിലപ്പോൾ മനസ്സിൽ തോന്നും. അപ്പൊ ഈ കേൾവിക്കാരനും കൂടി വേണ്ടിയിട്ടാണ് പല പരമ്പരകളും. ശബ്ദത്തിന് അഭിനയിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുണ്ട് ശബ്ദത്തിനും ഡബിങ്ങിനും. ഞാൻ ഉദ്ദേശിച്ച കണ്ണൻ ഇതല്ല. അല്ല, ആള് മാറിയോ? മാറി. കാരണം കുറച്ചുകൂടി സ്ലോ ഉണ്ട്. രേഷ്മ ഉദ്ദേശിച്ചത് കുറച്ചുകൂടി സ്ലോ ആയിട്ടുള്ള കണ്ണനാണ്. രാധയ്ക്ക് വരെ രേഷ്മ വിളിക്കാമല്ലോ. എന്താണെന്നറിയോ, ഞാൻ പൊതുവെ സംസാരിക്കുമ്പോൾ കുറച്ച് സ്പീഡിൽ സംസാരിക്കും. ഡബ് ചെയ്യാൻ പോകുമ്പോഴും പറയാം അനീഷ് ഇത്രയും സ്പീഡ് ഉണ്ടോ, ഒന്ന് സ്പീഡ് കുറയ്ക്കുമെന്ന് ചോദിക്കാറുണ്ട്. കാരണം ഞാൻ ഏഷ്യൻ ബെസ്റ്റ് FM 95 RJ ആയിട്ടാണ് ആദ്യമായിട്ട് എന്റെ കരിയർ തുടങ്ങുന്നത്. ആ സമയത്ത് അറിയാലോ, ഒരു FM സ്റ്റൈലിൽ നമ്മൾ എപ്പോഴും കുറച്ച് സ്പീഡായിട്ടായിരിക്കും നമ്മൾ ഡയലോഗ് ഡെലിവറി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്പീഡ് അപ്പോ കൈവന്നതാണ്. പിന്നീട് ഞാൻ ആകാശവാണിയിൽ ജോയിൻ ചെയ്ത സമയത്ത് അനൗൺസറായിട്ട് അവിടെ കയറി. അപ്പോ
എനിക്ക് അതോട് പൊരുത്തപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ആകാശവാണിയിൽ കുറച്ച് നമ്മള് സ്റ്റൈല് മാറ്റി പിടിക്കണം. ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, ആലപ്പുഴ FM. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസും സുജാതയും പാടിയത്, ചിത്രം മധുര നമ്പരക്കാറ്റ്. കൈതപ്രത്തിന്റെ വരികൾ, SP വെങ്കടേഷിന്റെ സംഗീതം. ഇങ്ങനെ പോകുന്ന ഒരു സ്റ്റൈൽ. അപ്പൊ പ്രൊഫഷണൽ വൈസ് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പരുവപ്പെടുക എന്നുള്ളതാണ്. ഇപ്പൊ ന്യൂസ് വായിക്കാൻ, ഞാൻ ന്യൂസ് റീഡർ ആണ്. അപ്പൊ ന്യൂസ് വായിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സ്റ്റൈല്, FM-ൽ പോകുമ്പോൾ വേറൊരു സ്റ്റൈൽ, ആകാശവാണി പോകുമ്പോൾ വേറൊരു സ്റ്റൈൽ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം എവിടെ കൊണ്ടിട്ടാലും നമ്മൾ 4 കാലി വീഴുക എന്ന് പറഞ്ഞു. നമ്മളെ എല്ലാ കാര്യങ്ങളും കുറച്ച് ഒരു അവഗാഹം വേണമല്ലോ. അപ്പൊ അങ്ങനെ അതൊക്കെ നമ്മുടെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് അതൊക്കെ കൈവന്നു പോയതാണ്. അല്ലാതെ ഇപ്പൊ എന്റെ ഒരു കഴിവോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് സ്വതവേ അങ്ങനെ വരുന്നൊരു സാധനമാണ്. എനിക്ക് പൊതുവെ സ്പീഡ് ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഈ നറേഷനൊക്കെ വായിക്കുമ്പോൾ നമുക്ക് സ്പീഡ് വേണ്ട. ഞാൻ റേഡിയോ നാടകങ്ങൾ ചെയ്യാറുണ്ട്, അവിടെയും സ്പീഡ് വേണ്ട. അപ്പൊ അവിടെയൊക്കെ പോകുമ്പോൾ പലപ്പോഴും വേണ്ട, അനീഷ് ഒന്ന് സ്പീഡ് കുറയ്ക്കാമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ സ്പീഡ് കുറച്ച് ശീലിക്കാറുണ്ട്. പിന്നെ ഈ നറേഷനൊക്കെ വായിക്കുമ്പോൾ അറിയാലോ, കുറച്ച് സ്പീഡ് കുറച്ച് തന്നെ വായിക്കണം. കണ്ണന്റെ രാധയിൽ ചെയ്യുമ്പോഴും ഈ കൃഷ്ണവാണി പറയുമ്പോൾ മാത്രമേ ഉള്ളൂ കൃഷ്ണൻ കുറച്ച് സ്ലോയിൽ പറയുന്നത്. ബാക്കി എപ്പിസോഡ് കണ്ടാൽ അറിയാം, ഇങ്ങനെ ഒരു ജെറ്റ് പോകുന്ന പോലെയാണ് കണ്ണന്റെ ഡയലോഗ്. ഹിന്ദി അത്രയും ഫാസ്റ്റ് ആയിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ അത്രയും വേഗത്തിൽ ഓടിയെത്തുക എന്നുള്ളത് വലിയൊരു ശ്രമകരമായിരുന്നു എനിക്ക്. കൃഷ്ണന്റെ ആ ഒരു അഭിനയത്തോടൊപ്പം പുള്ളി ഡയലോഗ് ഡെലിവറി ചെയ്തിരിക്കുന്നതിനൊപ്പം എനിക്ക് എത്തുക എന്നുള്ളത്, മലയാളത്തിലെ സ്ക്രിപ്റ്റ് വരും, അത് പുരാണമാണ്. എന്നാൽ പുരാണത്തിന്റെ ആ ഒരു സ്റ്റൈല് വേണ്ടതാനും. ഇപ്പൊ നമ്മുടെ പ്രൊഡ്യൂസർ ആദ്യമേ പറഞ്ഞിരുന്നു പുരാണം സ്റ്റൈല് വേണ്ട, ഒരു കൊളോക്കിലി കണ്ണം പറയണ മാതിരി ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആ ഒരു സ്റ്റൈല് കൊണ്ടുവരണം. എന്നാൽ അക്ഷരശുദ്ധി പോകാൻ പാടില്ല, ജനങ്ങൾക്കത് അരോചകമായിട്ട് ഫീൽ ചെയ്യാൻ പാടില്ല. ഇതെല്ലാം ശ്രദ്ധിക്കണം. ഒരു സ്ക്രിപ്റ്റ് വന്നാലും നമ്മൾ അതിനെ അഴിച്ചു പണിതിട്ടാണ് പലപ്പോഴും കഥയിൽ നിന്ന് മാറാതെ അങ്ങനെ കുറെ മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടാണ് അന്ന് ഡബ് ചെയ്തുകൊണ്ടിരുന്നത്. രേഷ്മ ചോദിച്ചത്, രേഷ്മ രാധേ ഒന്ന് വിളിക്കൂ, അത് ആ മോഡുലേഷൻ ഒന്ന് വിളിക്കാമോ എന്നാണ് രേഷ്മ ചോദിച്ചല്ലേ? അതെ, രേഷ്മ ഇതിനെ കണ്ടിട്ട് ട്രോളൊന്നും വരരുത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഏവരും എന്നോടൊപ്പം വന്ന് സ്നേഹത്തോടെ പറഞ്ഞാലും രേഷ്മേ രേഷ്മേ. ഒക്കെ രസമുണ്ട്. അപ്പം ഈ ഇതിനിടയിൽ കുറെ കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്, ശ്രദ്ധിച്ചായിരുന്നോ? കമന്റ്സ് കുറെ പേര് ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കുറെ എന്നെ കൊണ്ട് കഴിയുന്ന തരത്തിലൊക്കെ ഞാൻ തിരിച്ച് റിപ്ലൈയും കൊടുക്കാറുണ്ട്. കുറെയൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ലിമിറ്റ് കഴിയുമ്പോൾ തിരിച്ച് അവർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. പരമാവധി എനിക്ക് വരുന്ന പേഴ്സണൽ മെസ്സേജസും ഒക്കെ ഞാനത് നോക്കുകയും വളരെ പ്രഷ്യസ് ആയിട്ട് കാണുന്ന ഒരാളാണ്. കാരണം നമുക്ക് ഒരാൾ ഇടുന്ന മെസ്സേജ് നമുക്ക് അവർ വാല്യൂ തരുന്നത് കൊണ്ടാണല്ലോ. ഇപ്പൊ നമ്മളൊരു ഫെയിമിൽ നിൽക്കുന്ന ഒരാളാണെന്ന് വെച്ചിട്ട് സാധാരണ എല്ലാവരും സാധാരണക്കാരായ ആൾക്കാർ തന്നെയാണ്. ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കഴിവുണ്ട്. ആരും മോശക്കാരല്ല. അപ്പൊ അവര് നമുക്ക് വേണ്ടിയിട്ട് ഒരു മെസ്സേജ് ഇടുന്നു, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരു ടൈം തരുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാനത് വളരെ വിരവോടുകൂടി കാണുന്നു. കാരണം അവരിടുന്ന ഒരു ഹായ് ആയിക്കോട്ടെ, തിരിച്ച് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. കാരണം അവർ നമുക്ക് തരുന്ന ഒരു വാല്യൂ ആയിട്ടാണ് അത് പലപ്പോഴും ഞാൻ കാണാറുള്ളത്. ഇപ്പൊ കൃഷ്ണനും രാധയും അവിടെ ആയിക്കട്ടെ, റിയൽ ലൈഫിൽ രാധ വല്ലതും ഉണ്ടോ? റിയൽ ലൈഫിൽ രാധയൊന്നും ഇല്ല ഇപ്പോ. അറ്റ് പ്രസന്റ് ഞാൻ ഇൻസ്റ്റാഗ്രാമില് നമ്മളിങ്ങനെ ഒരു കുറച്ച് ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ കണ്ടു പോയായിരുന്നു. എന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാരാണ്. കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ട്, വന്ദന, അഞ്ജു, അങ്ങനെ കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാർ മാത്രമായിരിക്കും ഒരു പക്ഷേ അതിനകത്ത് വരുന്നത്. അപ്പൊ കൂടുതലും കണ്ടിട്ടുള്ളത് വന്ദന എന്ന് പറഞ്ഞിട്ട് ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ എന്റെ കൊളീഗാണ്. അപ്പൊ പുള്ളിക്കാരിയായിട്ടാണ് ഞങ്ങൾ മിക്കവാറും റീൽ ചെയ്യുന്നത്. അപ്പൊ പലരും ഫീൽഡിൽ ചോദിക്കാറുണ്ട്, അയ്യോ വന്ദന ആരാണ്? അപ്പൊ ഞാൻ ദൂരേഷിലൊക്കെ പ്രോഗ്രാം ചെയ്യുമ്പോൾ അവിടെ മേക്കപ്പ് ഇടുന്ന ചേച്ചിയൊക്കെ ചോദിക്കാറുണ്ട്, അനീഷിന്റെ കൂടെയുള്ള കുട്ടി നിങ്ങളുടെ ലവറാണ്. വാസ്തവത്തിൽ എന്റെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്, എന്റെ ഒരു സിസ്റ്ററിനെ പോലെ എന്ത് കാര്യം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു തിക് ഫ്രണ്ടാണ് വന്ദനയും അംജി എന്നൊക്കെ പറയുന്നത്. അത്രയും എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന അത്രയും കംഫർട്ട് സോണിലുള്ള ഒരു ബ്രദർ സിസ്റ്റർ അഫെക്ഷൻ ആണെന്ന് വെച്ചാൽ അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട് ആണെന്ന് വെച്ചാൽ അങ്ങനെയാണ്. അത്രയും അടുപ്പമുള്ള സുഹൃത്തുക്കളാണ്. റിയൽ ലൈഫിൽ ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു രാധേനെ കൊണ്ടുവരാൻ വീട്ടുകാർക്ക് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പിടികൊടുക്കാത്തത് കൊണ്ട് അങ്ങനെ ഒരു ഒഴുക്കിലങ്ങ് പോവാണ്. മെസ്സഞ്ചറിൽ അങ്ങനെ ഒരു പ്രണയാഭ്യർത്ഥനയാണോ അങ്ങനെയൊന്നും എനിക്ക് ഇതുവരെയും അങ്ങനെ ഒരു പ്രണയാഭ്യർത്ഥന ഒന്നും വന്നില്ല. എല്ലാവർക്കും എൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം എല്ലാവരും പറഞ്ഞു, ചേട്ടാ എനിക്ക് ആ രാധ എന്നൊന്ന് പറഞ്ഞു തരുമോ, ചേട്ടാ അതിലൊരു ഡയലോഗ് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് ഇടാറും പെട്ടെന്നതൊക്കെ ഞാൻ ചെയ്യാറുമുണ്ട്. അതൊക്കെയാണ് വിശേഷം. അതെ, ശരിക്കുള്ള പേര് ഇത്രയും നേരമായിട്ട് പരിചയപ്പെട്ടു, പക്ഷെ ശരിക്കുള്ള പേര് അനീഷ് എന്നാണ് എന്റെ പേര്. അനീഷ് പി നായർ എന്നാണ് എന്റെ ഫുൾ നെയിം. വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്താ, ഇപ്പോഴും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് എന്റെ ലൈഫ് പോകുന്നത്. കാരണം ആകാശവാണി, ദൂരദർശൻ, ഡബിംഗ്, കോമ്പയറിംഗ്, ഇതൊക്കെ തന്നെയാണ് ലോകം. ഇതിനിടയിൽ ഒരു സിനിമയിലൊക്കെ ഒരു ചെറിയ സിനിമയിലെ മർദിക എന്ന് പറഞ്ഞ മൂവിയില് നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഉടനെ റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.
അപ്പൊ അതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രോജക്റ്റ്. ഒരു സിനിമയിൽ നായകനായിട്ട് വന്നു. പിന്നെ ഒരു സീരിയൽ ഞാൻ സൂര്യയിലെ പോയിക്കൊണ്ടിരുന്ന ഒരു സീരിയലില് വിനീത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ സീരിയലൊക്കെ വന്നു. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും എൻഗേജ് ആയതുകൊണ്ട് പുതിയ പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്തത്. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞ്. ഇതിനിടയിൽ എപ്പോഴെങ്കിലും ഈ ഒരു സൗണ്ട് ഒരു പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു സൗണ്ട് കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിഷമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടോ? നല്ലൊരു ചോദ്യമാണ് രേഷ്മ ചോദിച്ചത്. ഈ ഒരു കണ്ണന്റെ രാധ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. പലപ്പോഴും പല സീരിയലും കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട്, കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ എന്റെ ശബ്ദമാണെന്നുണ്ടെങ്കിൽ അവർ ഓടി വന്നിട്ട് അത് കാണും. അതേസമയം വേറൊരു വശം ചിന്തിക്കുമ്പോൾ ഒരുപാട് സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ണന്റെ രാധ എന്നൊരു സീരിയലിൽ ഞാൻ കണ്ണന് ശബ്ദമായതുകൊണ്ട് ഒരുപാട് പേര് എന്നെ അവഗണിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഈ ഫീൽഡിൽ എന്റേത് കണ്ണന്റെ സ്വരമാണ്, വേറെ കഥാപാത്രങ്ങൾക്ക് എന്റെ ശബ്ദം ചേരില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. കാരണം അനീഷിനെ കൊണ്ട് എല്ലാ കഥാപാത്രങ്ങളും ചെയ്യാൻ പറ്റും എന്ന് കരുതി എന്നെ ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകാൻ വിളിച്ച ആൾക്കാരുമാണ്. അതിലെനിക്ക് എടുത്തു പറയേണ്ടത് ഷർമർ വിൽസൺ എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ഓണറാണ്. ശർമ്മരേട്ടനാണ് ഒരുപാട് നായക കഥാപാത്രങ്ങൾക്ക് ശബ്ദം. സൂര്യ TV തന്നെ പ്രാണസഖി, CK പൂർവ്വരാഗം, അഗ്നിപരീക്ഷ, നാഗം തുടങ്ങി എനിക്കറിയില്ല ഒരുപാട് സീരിയലിൽ നായക കഥാപാത്രമാകാൻ ശർമ്മരേട്ടന്റെ സീരിയലുകൾ എന്നെ ഒരുപാട് പുള്ളിക്ക് അറിയാം ഒരാളുടെ കാലിബർ എത്രത്തോളം ഉണ്ട്. ആ പുള്ളിക്ക് കൊടുത്താൽ അത് ചെയ്യുന്ന വിശ്വാസമാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം പലരും നമുക്ക് കഥാപാത്രങ്ങൾ തരാതിരിക്കുമ്പോൾ ഒരു സൈഡില് ദൈവം വേറൊരു വാതിൽ എന്റെ മുന്നിൽ തുറന്നിട്ടിട്ടുണ്ട്. ഞാൻ ഈ ഒരു കഥാപാത്രം ശബ്ദം കൊടുത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഫീൽഡില് എന്താണ് കുറച്ച് ആൾക്കാർ എന്നെ അവോയ്ഡ് നിർത്തിയിട്ടുണ്ടെങ്കിലും ഈ ഒരു അംഗീകാരം, അത് റീലിന്റെ പേരിലാണെങ്കിൽ ഇന്ന് ലോകം മുഴുവനും ഉള്ള മലയാളികൾ എന്റെ ശബ്ദത്തെ ഒരു കഥാപാത്രം ഇങ്ങനെ ആളുണ്ട് എന്നുള്ളൊരു കാര്യം ആൾക്കാർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കണ്ണന്റെ രാധ ചെയ്തതുകൊണ്ട് എനിക്ക് സത്യത്തിൽ ആ സമയത്തൊക്കെ സങ്കടം തോന്നിയിട്ടുണ്ടെങ്കിലും ഈ റിയലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ആ ഒരു കഥാപാത്രം ചെയ്യാൻ കിട്ടിയതിന്റെ ഭാഗ്യങ്ങളിൽ ഒന്നായിട്ട് ഏറ്റവും ഇഷ്ടത്തോടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് കണ്ണൻ. കണ്ണൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എന്നെ ആരും അറിയില്ലായിരുന്നു. ഇപ്പൊ ചേട്ടൻ പറഞ്ഞില്ലേ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നെന്ന് പറഞ്ഞത്, അതിപ്പോ ചിലപ്പം ഇത് കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഈ ഒരു റീല് വൈറലായതുകൊണ്ടാണെന്ന്. ഞാനത് ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു. ചേട്ടന്റെ ഇൻസ്റ്റഗ്രാമിലെ ഹൈലൈറ്റില് 2021 എന്നിട്ടിരിക്കുന്ന ഒരു ഇതുണ്ട് ഹൈലൈറ്റ്. അതിലിട്ടിരിക്കുന്നത് ഈ കൃഷ്ണന്റെ വീഡിയോ ആണ്. അതായത് മൈ വേൾഡ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിട്ടിരുന്നത്. അപ്പൊ അന്ന് തൊട്ടേ ഭയങ്കര ഇഷ്ടം. ഞാൻ ആക്ച്വലി കൃഷ്ണ ഡിവോട്ടിയാണ്. അപ്പൊ ഈ ഒരു കഥാപാത്രം എന്നിലേക്ക് വരുമ്പോ അതായത് എന്റെ വീട്ടിലെ സ്റ്റാർ ഭാരതിന്റെ ബ്രദർ ഇങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ എന്റെ പ്രൊമോ കാണിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ബ്രദറിനോട് പറഞ്ഞു ഒന്ന് നിർത്തുവോ, ആ ഒരു പ്രൊമോ ഒന്ന് കാണിച്ചിരുന്നുണ്ട്. പ്രൊമോ കാണുകയാണ്. അപ്പോ അത് ഞാൻ ആഗ്രഹിച്ചു, അയ്യോ ആ ഒരു കൃഷ്ണന് എനിക്ക് ശബ്ദം കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഭഗവാനെ എന്ന് ഞാൻ ഇങ്ങനെ ഒരു നിമിഷം ആലോചിച്ചു. അപ്പൊ ഞാൻ അങ്ങ് പോയി. നമുക്കത് ചെയ്യാൻ പറ്റുന്നോ അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്ത് വരുമെന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇത് കഴിഞ്ഞ് ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോഴാണ് ജിമോളിച്ച് എന്നെ വിളിക്കുകയും ഈ ഒരു കഥാപാത്രത്തിന് വോയിസ് ടെസ്റ്റ് എടുക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഞാനിങ്ങനെ അയ്യോ ഭഗവാൻ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. പിന്നെ അത് എനിക്ക് തന്നെ അത് സെലക്ഷൻ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഭഗവാനോട് എന്താ പറയാ, തീർത്താ നന്ദി. കാരണം ഒരുപാട് സീരിയലും സിനിമയും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഡബ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഇംഗ്ലീഷ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു കഥാപാത്രമാണ് നമ്മുടെ ലൈഫിൽ ചിലർക്ക് കിട്ടുന്ന വലിയ അപൂർവ ഭാഗ്യങ്ങളിൽ ഒന്നാണ് അല്ലെ. നമ്മൾ ചില കഥാപാത്രങ്ങൾ ഇപ്പോൾ എടുക്കുമ്പോൾ നമുക്കറിയാം ഇന്ന കഥാപാത്രങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഒരു കഥാപാത്രം ഇനി ഞാൻ ഒരുപാട് കഥാപാത്രങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും കൃഷ്ണനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ഈ ഒരു ശബ്ദം ഉണ്ടാവും. അത് മതി എനിക്ക് വലിയൊരു അംഗീകാരമായിട്ട്. ഇപ്പൊ കൃഷ്ണന്റെ ഡബ്ബൊക്കെ പറഞ്ഞ് ഞാൻ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ നോക്കി വന്നപ്പോ ഒരു കാര്യം കണ്ടായിരുന്നു. അതായത് ഈ കൃഷ്ണൻ വിശ്വാശംസകൾ പറയുന്നു, കോവിഡ് ടൈമില് ഓണാശംസകൾ പറയുന്നു. ഇത് സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്തതല്ല. ആക്ച്വലി എന്റെ അടുത്ത് കുറെ ഇൻസ്റ്റാഗ്രാംസിലൊക്കെ ഉള്ള ആൾക്കാർ ആവശ്യപ്പെടും, ചേട്ടാ ഒരു ഓണം വിഷ് പറയോ, ഞങ്ങൾക്ക് ഇതൊന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ഓണം വിഷ് പറഞ്ഞു കൊടുക്കും. അവരത് വീഡിയോ വെച്ചിട്ട് അതല്ല അവര് വോയിസ് മെർജ് ചെയ്ത് ഭയങ്കര മാച്ച് ആവുന്നുണ്ട്. അത് ഞാനിങ്ങനെ കണ്ടായിരുന്നു. കോവിഡ് ടൈം ആണ്, എല്ലാവർക്കും ഓണാശംസകൾ, ആ ഒരു വീഡിയോ അങ്ങനെയൊക്കെ വോയിസ് കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ സ്നേഹമുള്ളവരൊക്കെ ആവശ്യപ്പെടുമ്പോ അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട്. ഈ ശബ്ദം വെച്ച് പാട്ട് പാടിയിട്ടുണ്ട്? ശബ്ദം വെച്ച് പാട്ട് പാടിയിട്ടില്ല, കേട്ടാ നിങ്ങൾ പാടുപെടും, അതുകൊണ്ട് ഞാൻ പാടുന്നില്ല. കണ്ണന്റെ രാധയിലെ കൃഷ്ണന്റെ വോയിസ് നമ്മൾ കേട്ടു. തിരുവനന്തപുരം ഞാൻ ചോദിക്കട്ടെ, രേഷ്മയ്ക്ക് കണ്ടപ്പോ ഒരു ഭയങ്കര സങ്കടം തോന്നി അല്ലേ? രേഷ്മ നേരത്തെ പറഞ്ഞല്ലോ കണ്ണനാന്ന് ഒരു മനസ്സിലൊരു സങ്കല്പമായിട്ടാണ് വന്നത്, പക്ഷെ ഇത് കണ്ടപ്പോ ഇതായിരുന്നോ കണ്ണൻ എന്ന് തോന്നിയല്ലേ? അത് അങ്ങനെ തോന്നിയതല്ല സംഭവം.
ഞാൻ ഉദ്ദേശിച്ച കണ്ണൻ എന്ന് പറയുന്നത് രാധേ നിക്കു അവിടെ പോകു വരൂ എന്നൊക്കെ പറയുന്ന ഒരു ടോൺ ആയിരിക്കും അതേ കണ്ണനായിരിക്കും എന്ന് പ്രതീക്ഷ വന്നേ. ഇവിടെ വന്നപ്പോ മറ്റേ വന്ദേഭാരത് മൂന്നാണ് സംസാരം പോയിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞ ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചല്ലോ. ഓക്കെ, ഇനി വരുവാണെങ്കിൽ കാർട്ടൂണൊക്കെ ഡബ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. കാർട്ടൂൺ ഒരുപാട് ഡബ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എന്റെ ഒരു ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ പോലെ ഒരു ശർമ്മ ബിൽസ് എന്ന് പറഞ്ഞ പുള്ളിയാണ് എനിക്ക് ഒരുപാട് അവസരങ്ങൾ തന്നിട്ടുള്ളത്. ശർമ്മരട്ടൻ തന്നെയാണ്. അപ്പോ ശർമ്മരട്ടന്റെ ഒരുപാട് കൊച്ചി ടിവിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാർട്ടൂൺസ്, കൊച്ചി ടിവിയുടെ ഒരു കാർട്ടൂൺ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു ടൈമിൽ കൊച്ചി ടി വി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, കാരണം എന്റെ ഒരു ആന്റിയുടെ കുട്ടി ഇരുന്ന് കൊച്ചി ടി വി കാണുമ്പോ ദോസ് ബ്രദേഴ്സ്, ജൂലിയൻ, പിന്നെ മുയല് അല്ല ചെവിയൻ ക്യാരക്ടർ, പിന്നെ ഡോറാ ലില്ലി, ഗ്ലോറിയ സൗസ്, പിന്നെന്താ ജാക്കി ചാൻ, ഷെയ്ൻ ദ മാസ്റ്റർ ഷെഫ്, റോബോ ട്രെയിൻ, ജെയ്മിയുടെ ജാങ്കോവാല്, അങ്ങനെ തുടങ്ങി ഒരു നീണ്ട പരം. അതിലെല്ലാം ഡബ് ചെയ്തിരിക്കുന്നത് ഞാനും സൂര്യ, രാധിക ഡബ് ചെയ്ത സൂര്യയായിരുന്നു. കുറെ കാർട്ടൂൺസ് കൊച്ചി ടിവിക്ക് വേണ്ടി ഞങ്ങൾ ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ കൊച്ചി ടി വി തുറന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ശബ്ദം മാത്രമേ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സീരിയൽ എല്ലാം നല്ല രസമായിട്ടുള്ള കാർട്ടൂണാണ്. എല്ലാവരും പറയുന്നത് കാർട്ടൂൺ ഡബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കഥാപാത്രം ഡബ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ഇതൊക്കെ വെറുതെ പറയേണ്ടത്. ഒരാൾ ഒരു സാധനം ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു കഥാപാത്രങ്ങൾക്ക് അനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ അവർക്ക് പറ്റും. പക്ഷെ നമ്മൾ ഇപ്പൊ ഒരാൾ ന്യൂസ് വായിക്കുന്നു, ന്യൂസ് വായിച്ച് പുള്ളി വേറെ എന്ത് ചെയ്താലും പറയും അയ്യോ അത് ന്യൂസിന്റെ സ്റ്റൈലാണ് എന്ന് ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ഇതൊന്നും പ്രൊഫഷൻ ഒന്നും പറയാണ്ട് നമ്മൾ പോയി ചെയ്താൽ ഓക്കെ. അതേസമയം നമ്മൾ ഒരു ന്യൂസ് റീഡർ ആണ്, അല്ലെങ്കിൽ ഒരു അനൗൺസർ ആണ്, അല്ലെങ്കിൽ നമ്മൾ വേറൊരു പ്രൊഫഷനിൽ നിന്ന് വന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയും അയ്യോ കാർട്ടൂൺ ചെയ്തല്ലേ, കാർട്ടൂണിന്റെ ഇത് ഷോ വരുന്നുണ്ട് അതൊന്ന് മാറ്റി പിടിക്ക് എന്ന് പറയും. ഇതെന്താണ് ആ കാർട്ടൂൺ ഷോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കഥാപാത്രം ആവശ്യപ്പെടുന്നത് നല്ലൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാവും. പിന്നെ കേൾവിക്കാരൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞ മാതിരി തന്നെ കണ്ണന്റെ ശബ്ദമായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയതിനു ശേഷം നമ്മൾ എന്ത് കൊടുത്താലും അത് കണ്ണനാണ് എന്ന് എല്ലാവരും വിചാരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. കാരണം നമ്മുടെ ശബ്ദം ഒരു പോപ്പുലാരിറ്റിയിലേക്ക് വരുമ്പോൾ അത് എല്ലാവരുടെ മനസ്സിൽ ആ ഒരു ശബ്ദം പതിഞ്ഞു പോകുന്നുള്ളതാണ്. എന്ന് വെച്ചിട്ട് ആ ഒരു കണ്ണന്റെ ശബ്ദം വെച്ചിട്ട് വേറെ കഥാപാത്രങ്ങൾക്ക് ഡബ് ചെയ്യാൻ പാടില്ല എന്നൊന്നും റൂളില്ലല്ലോ. നമ്മുടെ ശബ്ദം ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ശബ്ദം അവർക്ക് ആവശ്യമുണ്ട് എന്ന് ജനങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കഥാപാത്രവും ചെയ്യാം. നമ്മുടെ വോയിസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു കഥാപാത്രം വരെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോ ഭാഗ്യലക്ഷ്മി ചേച്ചിക്ക് എന്തോരം കഥാപാത്രങ്ങൾ ഡബ് ചെയ്തിട്ടുണ്ട് എത്രയോ സിനിമകളിൽ. അതുപോലെ തന്നെ നമ്മുടെ ശോഭിച്ചേട്ടനായിക്കോട്ടെ, ദേവിശേഷി ആയിക്കോട്ടെ, എല്ലാവരും പല പല കഥാപാത്രങ്ങൾക്ക് ഡബ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഒരു സീരിയൽ അവർ ഡബ് ചെയ്തു, അടുത്ത സീരിയൽ ഇന്ന ആൾ വേണ്ടെന്ന് അവർ പറയുന്നില്ലല്ലോ. അതുപോലെ എന്തുകൊണ്ടാണ് ഇപ്പൊ പുതുതായിട്ട് കടന്നു വരുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു അവസരം കിട്ടാത്തതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു ഭാഗ്യം തലവരയൊക്കെ ഇതിനകത്തൊരു ഭാഗമാണ്. പ്രത്യേകിച്ച് ഒരു കലാകാരനായിട്ട് അല്ലെങ്കിൽ കലാകാരായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ കൈ നിറയെ അവസരങ്ങൾ കിട്ടുക എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും അതൊരു ഭാഗ്യം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും വന്ന് ശോഭിക്കാൻ പറ്റുന്ന ഒരു മേഖല അല്ല, ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണ്. അപ്പോൾ അതിനകത്ത് നിൽക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയൊരു ഭഗവാന്റെ അനുഗ്രഹമാണെങ്കിൽ മാത്രമേ അത് നമുക്കത് നിൽക്കാനും ജനങ്ങൾ ഇഷ്ടപ്പെടാനും പറ്റുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൊച്ചി ടി വി ഉണ്ട്, ഒരുപാട് കാർട്ടൂൺസ് ഉണ്ട്. പക്ഷെ ഞാൻ കൊച്ചി ടി വി അല്ലല്ല, പുതിയ ഒരുപാട് കാർട്ടൂൺസ് വരുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് ചെയ്ത ഡേഞ്ചർ മൗസ് എന്ന് പറഞ്ഞിട്ടൊരു കാർട്ടൂണാണ് ഞാൻ ലാസ്റ്റ് ചെയ്തത്. തീർച്ചയായിട്ടും പറയാം. ലില്ലി എന്ന് പറഞ്ഞൊരു സീരിയൽ ഇപ്പൊ കൊണ്ടുവരുന്നു. അത് ഇപ്പൊ അത് 3D എഫക്റ്റോട് കൂടി പുതിയ ഹൈദി എന്നുള്ള പേരിൽ വീണ്ടും അത് ടെലികാസ്റ്റ് ചെയ്യണം. അപ്പൊ ഞങ്ങളെല്ലാം വീണ്ടും അത് റീഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് കുറെ ആർട്ടിസ്റ്റുകളൊക്കെ മാറിയിട്ടുണ്ട്. അതിൽ പീറ്റർ എന്നൊരു കഥാപാത്രം, നായക കഥാപാത്രം, ഇപ്പോഴും ഞാൻ തന്നെയാണ് അത് ഡബ് ചെയ്യുന്നത്. നല്ലൊരു കാർട്ടൂൺ ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് കാർട്ടൂൺ. എനിക്ക് ഏറ്റവും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു കാർട്ടൂണാണ്. അപ്പോ ഹൈദിയാണ് അതിനകത്ത് നായിക. ഹൈദിയും പീറ്ററും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. ഹൈദി വാ, ഹൈദി ഇന്ന് ആടുകളെ മേക്കണ്ടേ, വാ ഗോൾഫിഷ് നീ എന്ത് കണ്ടു, ഹൈദി വാ നമുക്ക് വേഗം പോണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പിന്നെ ഇന്ന് അമ്മ പറഞ്ഞു നമുക്ക് കുറച്ച് സ്ഥലത്ത് അവിടുന്ന് ഇന്ന് പിരിക്കാനുള്ള കാശ് അങ്കിള് പറഞ്ഞ എന്താണെന്നറിയോ, വൈകുന്നേരത്തിന് മുമ്പ് ആടുകൾക്ക് മേക്കട്ട് ചെല്ലോ വാ എന്ന് പറഞ്ഞു പോകുന്ന സാധനം. അത് നല്ലൊരു കാർട്ടൂണാണ്. ഇപ്പോ രാത്രി 8 മണിക്കാണ് ഇപ്പൊ അത് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ വീക്ക് മുതൽ കൊച്ചി ടിവിയിൽ അത് സംപ്രേഷണം തുടങ്ങിയിട്ടുണ്ട്. വേറെ ഏതെങ്കിലും ഒരു ഫേമസ് ആയിട്ടുള്ള കാർട്ടൂണിന്റെ ഇപ്പൊ ഈ ഡോറാമ്പൂച്ചിന്റെ ഒക്കെ സൗണ്ട്
ഡോറയൊക്കെ എറണാകുളത്ത് ചെയ്യുന്നതാണ്, നമ്മുടെ ട്രിവാൻഡ്രത്തല്ല അതൊന്നും വരുന്നത്. ഞാൻ ബേസിക്കലി ട്രിവാൻഡ്രം ആണ്, അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തേക്ക് വരുന്ന കാർട്ടൂൺസും സിനിമയൊക്കെയാണ് കൂടുതലും ചെയ്യുന്നത്. എനിക്ക് അതിൽ വിഷമം തോന്നുന്നില്ല. KGF-ന്റെ സെക്കൻഡ് ചാപ്റ്റർ വന്നപ്പോൾ അതിനകത്ത് തന്നെ ഡബ് ചെയ്യാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു KGF-ൽ. അത് കോവിഡ് ടൈമിലായിരുന്നു ആ ഒരു ഓഫർ വന്നത് എനിക്ക്. പക്ഷെ അത് ബാംഗ്ലൂരൊക്കെ ചെല്ലണം എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ആ ഒരു കോവിഡ് ടൈമിൽ എന്തോ ഇവിടെ കുറച്ച് തിരക്കുകളായി പോയത് കാരണം എനിക്ക് അങ്ങനെ പോയി ചെയ്യാൻ പറ്റില്ല. അതെന്റെ ഒരു വലിയൊരു നഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ട്, KGF ചെയ്യാൻ പറ്റാത്തത്. പിന്നെ കുറെ ഇംഗ്ലീഷ്, ഞാൻ നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷ് ടു മലയാളം മൂവി സ്പൈഡർമാൻ നോ വേ ഹോം എന്ന് പറഞ്ഞിട്ട് സ്പൈഡർമാൻ ഡബ് ചെയ്തിട്ടുണ്ട്. മലയാളം ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് സ്പൈഡർമാൻ. ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന നോ വേ ഹോം എന്ന് പറഞ്ഞു. നോ വേ ഹോം. അത് കഴിഞ്ഞിട്ട് ജെയിംസ് ബോണ്ടില് ലേറ്റസ്റ്റ് വന്നിട്ടുള്ള വില്ലൻ കഥാപാത്രം, ജെയിംസ് ബോണ്ടിൽ തന്നെ വില്ലന് ഞാൻ മെയിൻ വില്ലൻ ഞാനാ ചെയ്തിരിക്കുന്നത്. ഡ്യൂൺ എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് മൂവി, അത് മലയാളത്തിലേക്ക് വന്നപ്പോൾ ഡ്യൂണിലും മെയിൻ നായക കഥാപാത്രം ഞാൻ ചെയ്തു. മെട്രിക്സ് 2 എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം വന്നപ്പോൾ അതിനകത്തൊരു വില്ലൻ കഥാപാത്രത്തിന് ചെയ്യാൻ പറ്റി. അങ്ങനെ കുറെ ഇംഗ്ലീഷ് മൂവി, പിന്നെ അങ്ങനെ കുറെ ജനങ്ങൾ ഓർക്കുന്ന കുറെ നല്ല ഇംഗ്ലീഷ് മൂവിയുടെയും ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ആമസോണിന്റെ തന്നെ കുറെ സീരീസുകൾ ഡബ് ചെയ്തിട്ടുണ്ട്. പോക്കറ്റ് FM-ന് വേണ്ടിയിട്ട് ശബ്ദം കൊടുക്കുന്നുണ്ട്, കുക്കു FM-ന് വേണ്ടിയിട്ട് ശബ്ദം കൊടുക്കുന്നുണ്ട്. തമന്നയുടെ പരസ്യത്തിലും ഡബ് ചെയ്തിട്ടില്ലേ? തമന്നയുടെ പരസ്യം ഞാൻ ചെയ്തിട്ടില്ല. മഹാസമുദ്രം എന്ന് പറഞ്ഞിട്ടൊരു മൂവി, തെലുങ്ക് മൂവിയുടെ മലയാളം വന്നപ്പോൾ അതിൽ സിദ്ധാർത്ഥാണ് അഭിനയിച്ചിരിക്കുന്നത്, നമ്മുടെ നടൻ സിദ്ധാർത്ഥ്. പുള്ളിക്ക് വേണ്ടിയിട്ട് ഞാൻ സിദ്ധാർത്ഥിന് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സിദ്ധാർത്ഥിന്റെ കൂടെ പേരായിട്ട് അഭിനയിച്ച കുട്ടിയാണ് മഹാസമുദ്രം സിനിമയില് സിദ്ധാർത്ഥിന്റെ പേരായിട്ട് അഭിനയിച്ച കുട്ടിയാണ് സിദ്ധാർത്ഥ് ഇപ്പോൾ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു മൂവി ചെയ്യാൻ പറ്റി, സിദ്ധാർത്ഥിന് കൊടുക്കാൻ പറ്റി. അങ്ങനെ ഒട്ടേറെ ആർട്ടിസ്റ്റുകൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊരു വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ട് തന്നെ കാണുന്നു. നമ്മൾ ഇനി ഇങ്ങനെ പോയത്, ഇനി ഇങ്ങോട്ട് വന്നാലോ? അതായത് ഇപ്പൊ ചേട്ടന്റെ സൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു തിരുവനന്തപുരം ശൈലി ഇല്ല. അത് എന്താണെന്ന് അറിയില്ല. പലരും പറയാറുണ്ട് എന്റെ ശബ്ദം കേൾക്കുമ്പോൾ തിരുവനന്തപുരം അല്ല എന്ന് പറയാറുണ്ട്. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഇവിടെ തന്നെയാണ്. പിന്നെ ഫ്രണ്ട്സ് ഒക്കെ കൂടുതലും ഈ പാലക്കാട്, തൃശ്ശൂർ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തോ പണ്ട് മുതൽ ഞാൻ ഇങ്ങനെയാണ് എന്റെ സംസാരം, അതെന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. തിരുവനന്തപുരം ഭാഷയൊന്ന് സംസാരിക്കും. അയ്യോ, തിരുവനന്തപുരം ഭാഷ, തിരുവനന്തപുരം ആക്ച്വലി എല്ലാവരും പറയുന്നത് തിരുവനന്തപുരത്തിന്റെ ഒരു ടിപ്പിക്കൽ ഭാഷ ഉണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അത് വെഞ്ഞാറമൂട് അല്ലെങ്കിൽ ഈ പാറശാലയൊക്കെയാണ് ഒരു പ്രത്യേക ഒരു നീട്ട സ്റ്റൈലിലൊക്കെ ആൾക്കാർ ഭാഷ ഉപയോഗിക്കുന്നത്. അതെ അതെ. അതുകൊണ്ട് തിരുവനന്തപുരത്തുള്ള ആൾക്കാർ എല്ലാവരും അങ്ങനെ സംസാരിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ് കേട്ടോ. തിരുവനന്തപുരത്ത് നല്ല ഭാഷ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് തിരുവനന്തപുരത്ത് ഉള്ളത്. പിന്നെ ഓരോ പ്രാദേശിക ഭാഗത്തും പ്രാദേശികമായിട്ടുള്ള ഓരോ ലാംഗ്വേജ് ഉണ്ടാവുമല്ലോ. ഈ കണ്ണന് ആരെങ്കിലും രാധെ കണ്ടുവച്ചിട്ടുണ്ടോ? ഇതുവരെയും കണ്ട് വച്ചിട്ടില്ല, കാരണം അതിനുള്ള ടൈം ഇല്ല. പിന്നെ ഞാൻ എന്റെ ഒരു ബിസി ഷെഡ്യൂൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു പ്രണയം അങ്ങനെയൊന്നും ഇതുവരെ കുറെ പ്രണയ അഭ്യർത്ഥനയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും ഈ പറഞ്ഞ പോലെ പച്ചക്കൊടി വീശാതെ അങ്ങനെ പോകും. തിരിച്ച് അങ്ങോട്ട് പറഞ്ഞിട്ടില്ലേ? തിരിച്ച് ഇതുവരെ അങ്ങനെ ഒരു ഗ്രീൻ സിഗ്നൽ കൊടുത്തിട്ടില്ല കേട്ടോ. അല്ല, ഇതുവരെ പ്രണയം ഉണ്ടായിട്ടില്ല. പ്രണയം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. പ്രണയിക്കാത്തവരുണ്ടോ? രേഷ്മ പ്രണയിച്ചിട്ടില്ലേ? പ്രണയം ഇല്ലെന്ന് പറഞ്ഞാൽ അത് നുണയായിരിക്കും. പ്രണയം തീർച്ചയായിട്ടും നമ്മുടെ ടീനേജും നമ്മുടെ കോളേജ് ടൈമിലും ഒക്കെ തന്നെ നമുക്ക് പ്രണയം ഉണ്ടാവാറുണ്ട്. അതൊക്കെ നമ്മളെ ഒരു ചിലതൊക്കെ സക്സസ് ആവും, ചിലതൊക്കെ നമ്മൾ ആ ഒരു എന്താ പറയാ ആ ഒരു ടൈം പീരീഡിൽ കടന്നു പോകുന്ന സാധനങ്ങളായിരിക്കുമല്ലോ. അപ്പൊ അതൊരു സീരിയസ് പ്രണയം ആയില്ല. പ്രണയമൊക്കെ ഉണ്ടായിട്ടുണ്ട്, തീർച്ചയായിട്ടും പ്രണയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഫ്രണ്ട്സ് ബോണ്ട് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് ബോണ്ട് ഒരുപാട് ഫ്രണ്ട്സ് ഒന്നുമില്ല. കുറച്ച് ഞങ്ങളൊരു 5 ഫിംഗേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഞാൻ, അംജദ് ഖാൻ എന്ന് പറഞ്ഞിട്ട് എന്റെ ഫ്രണ്ട് ഉണ്ട്, വന്ദന എന്റെ കൂടെ റീൽ ചെയ്യുന്ന കുട്ടി വന്ദന, അതുപോലെ മിത്ര, ജിതിൻ, ഇങ്ങനെ ഞങ്ങൾ 5 പേര് ചേർന്നിട്ട് 5 ഫിംഗേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പം അതിനകത്ത് ഞങ്ങൾ ഇങ്ങനെ വെറുതെ എന്താ ഈ പറഞ്ഞ പോലെ രേഷ്മ പറഞ്ഞ ട്രിവാൻഡ്രം സ്ലാങ് ഒക്കെ പറഞ്ഞ അങ്ങനെ ഒരു ടിപ്പിക്കൽ ഒരു കൊളോക്കിയൽ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ഒക്കെ ഉപയോഗിച്ച് ഞങ്ങൾ വെറുതെ ഒരു ഫൺ ആയിട്ട് പോകുന്ന ഒരു ഗ്രൂപ്പാണ് 5 ഫിംഗേഴ്സ്. അപ്പൊ ഇതൊക്കെയാണ് ചേട്ടന്റെ വിശേഷം. അതെ 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 അതെ. അപ്പൊ ചേട്ടാ തിരുവനന്തപുരം ഭാഷ തിരുവനന്തപുരം ഭാഷ ഇല്ല ഇല്ല ഇല്ല, ഞാനത് പിടിക്കാതെ പോവില്ല. അപ്പൊ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? തിരുവനന്തപുരം ഭാഷ ഇങ്ങനെ പറയണം. ഓ ഇത് തന്നെ. അപ്പൊ എവിടെ നിന്ന് വരണേ? എനിക്കിത് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. നമുക്ക് അയ്യോ എന്താണ് എന്റെ കൃഷ്ണൻ ഇതല്ല, ഞാൻ കണ്ട കൃഷ്ണൻ ഇതല്ല. ഇതാണ് രേഷ്മ ഉദ്ദേശിച്ചത്. അത് കുറെ പേര് അങ്ങനെ ഈ പാർശ്വലൊക്കെ ആൾക്കാർ അത് കളിയാക്കലല്ല, അത് അവിടെ ഒരു സ്റ്റൈലാണ്. അത് നമ്മുടെ ഒരു കളിയാക്കൽ. ഞാൻ ഭഗവാനെ തൊട്ട് പറയാം, അത് കളിയാക്കലല്ല കേട്ടോ. ഇപ്പൊ രേഷ്മ മാത്രം. ഇപ്പൊ കൊല്ലത്താണെങ്കിലും കൊച്ചി, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന കൊച്ചിയിലാണ്. അവിടെ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. പല ഏരിയയിലും പല നമ്മുടെ വന്നു പോന്ന്, അതായത് പോകുന്നു എന്ന് പറയുന്നതാണ്, പോണേണ് പോന്നു അല്ലെങ്കിൽ വന്ന് ഇങ്ങനെയാണ് പറയുന്നത്. രാധ തിരുവനന്തപുരംകാരിയാ. പുള്ളിക്കാരി കല്യാണം കഴിഞ്ഞ് പോയത് എറണാകുളത്താണ്. അപ്പൊ എറണാകുളത്ത് കഴിഞ്ഞ് 1 വർഷമൊക്കെ കഴിഞ്ഞപ്പോ രാധ സംസാരിക്കുമ്പോൾ ഈ എറണാകുളം ഭാഷയാ. പോണീന് ചേട്ടൻ എന്തിട്ടാ കാണിക്കുക, അങ്ങനെ വേറെ സ്റ്റൈലിലേക്ക് രാധ പറഞ്ഞു വന്നപ്പോഴാണ്. രാധനെ ഒന്ന് വിളിക്കാൻ പറ്റും? വിളിക്ക്. സന്തോഷം. ഹലോ. ഹലോ. കേൾക്കുന്നുണ്ടോ?
കേക്കാം കേക്കാം പറഞ്ഞു. ഞങ്ങള് ഇവിടെ കൃഷ്ണനെ പൂട്ടിയിട്ടുണ്ട്. ആ കൃഷ്ണനെ കിട്ടി, പക്ഷെ രാധ UK-ലാന്ന് അറിഞ്ഞു. അതെ അതെ. എന്തുണ്ട് വിശേഷം? സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് സുഖല്ലേ? അതെ, സുഖം സുഖം. കൃഷ്ണൻ എന്റെ അടുത്തുണ്ട്. കൃഷ്ണൻ എന്തോ പറയാനുണ്ടെന്ന് ഞാൻ കൊടുക്കട്ടെ? ഹലോ രാധ, ഇവിടെ രേഷ്മ ഇങ്ങനെ എന്നെ കൊണ്ട് ഇങ്ങനെ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോ രേഷ്മയുടെ ചോദ്യങ്ങൾക്ക് പലതിനും എനിക്ക് കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നൊരു സംശയം. കഴിയുന്ന പോലെ ശ്രമിക്കട്ടോ. ഓക്കെ, എന്ത് പറയുന്നു? നാട്ടിലോട്ട് ഇനി എന്നാ വരുന്നേ? നാട്ടില് ഞാൻ അടുത്ത ആഴ്ച കഴിഞ്ഞിട്ട് വരും. അടുത്ത ആഴ്ച കഴിഞ്ഞാൽ ഞാൻ വരും. അടുത്ത ആഴ്ച കഴിഞ്ഞ് വരും അല്ലേ? ഓക്കെ ഓക്കെ. രാധയുടെ രാധയുടെ ഒരു സൗണ്ട് എടുക്കാമോ എന്ന് രേഷ്മ ചോദിക്കുന്നു. എന്തെങ്കിലും ഒരു ഡയലോഗ്, കൃഷ്ണനുമായിട്ട് അടികൂടുന്ന എന്തെങ്കിലും ഒരു സീന് രാധ ഒന്ന് പറയുമെന്നാ ചോദിക്കണം. അല്ല, അവരുടെ കോൺവെർസേഷൻ തന്നെയല്ലേ അങ്ങനെ ചെയ്യണേ. നമുക്ക് ആ സീൻ തന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞാലോ? ആയിക്കോട്ടെ. എന്തെങ്കിലും വേറെ സീൻസ് ഓർമ്മയുണ്ടോ രാധയ്ക്ക്? നമ്മൾ ഡബ് ചെയ്ത സീൻസ് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? സീൻസ് ഒക്കെ ഓർമ്മയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയലോഗ് ഒക്കെ അവിടെ ഇവിടെ. ശരി, നമ്മളൊക്കെ ഇപ്പോ രാധ പറയാൻ ഉദ്ദേശിച്ച പറഞ്ഞോളൂ. എങ്ങനെ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ എല്ലാരും ട്രെൻഡിങ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഡയലോഗാണോ പറയാൻ ഉദ്ദേശിക്കുന്നത്? അത് തന്നെ പറഞ്ഞാലോ എന്ന് ആലോചിക്കാണ് എനിക്ക്. ശരി 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 ശരി, ഓക്കെ. എന്നാ തുടങ്ങാം നമുക്ക്. വൃന്ദാവനം കണ്ടെത്തിയത് ഞാനാണ്. അതിനുള്ള ധനം നൽകിയത് ഞങ്ങളാണ്. ഞാൻ ബസ്സണിക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട് രാധേ. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് കൃഷ്ണ. അയ്യോ, അങ്ങ് അപ്പുറത്ത് നിന്നല്ലേ, വേറൊരു ലോകത്ത് നിന്ന്, UK-യിൽ നിന്നുള്ള രാധയാണ്. എന്തായാലും വേഗം തന്നെ രാധ തിരിച്ചു വരും കേട്ടോ. വരണം വരണം, ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ടെല്ലാം. പക്ഷേ ഈ പറഞ്ഞോണം, അതെ അതെ, കേരളം മുഴുവനും രാധയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം രാധയ്ക്ക് ശബ്ദം കൊടുത്ത ആളെ കാണാനായിട്ട് വെയിറ്റിംഗിലാണ് എല്ലാവരും. വളരെ ഭയങ്കര സന്തോഷം. ഓരോ തവണ കേൾക്കുമ്പോഴും ഭയങ്കര സന്തോഷം. കാരണം വർഷം ഇത്ര കഴിഞ്ഞിട്ടും ആ ശബ്ദം ഇഷ്ടപ്പെടുന്നു എന്ന് കേൾക്കുന്നത് തന്നെ വലിയ കാര്യല്ലേ. നമ്മുടെ സൂര്യ എപ്പോഴും പറയാറുണ്ട്, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ സൂര്യ. സൂര്യ എപ്പോഴും പറയാറുണ്ട്, സൂര്യക്ക് ഒരു മോൾ ഉണ്ടാവുകയാണെങ്കിൽ, ഭഗവാൻ അനുഗ്രഹിച്ച ഒരു മോൾ ഉണ്ടാവുകയാണെങ്കിൽ, ചേട്ടാ ഞാൻ അവൾക്ക് രാധ എന്ന് പേരിടുന്നു. കാരണം അത്രയും ഇൻസ്പയർ ആയിട്ടുണ്ട് സൂര്യക്ക് ഈ ഒരു ക്യാരക്ടർ അല്ലേ? ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഇപ്പോഴും മാത്രമല്ല, ഇപ്പൊ ഇങ്ങനെ ഈ ഒരു സീന് വൈറലായതുകൊണ്ട് മാത്രമല്ല, ഇത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞാണെന്ന് തോന്നുന്നു അല്ലേ? അതെ 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 അതെ, അത്ര ഇഷ്ടമാണ് രാധ, അത്ര ഇഷ്ടമാണ് രാധേനെ. സൂര്യ അതുപോലെ ഇതൊരു വൈറലായ സമയത്ത് സൂര്യ ഇടയ്ക്ക് എപ്പോഴോ ഇന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടാ ഇത് ആദ്യമായിട്ട് വൈറലായി എന്ന് പറഞ്ഞപ്പോ ഞാൻ ഡബ് ചെയ്ത ഒരു പോരായ്മ അതിനകത്ത് ഉണ്ടായിരുന്നു. ആ പോരായ്മയാണോ എല്ലാവരും അത് കണ്ടുപിടിച്ചിട്ട് ഇത് വൈറലാക്കിയത്? ഞാൻ ആകെ ടെൻഷനിലായിരുന്നു എന്നൊക്കെ സൂര്യ ഇടയ്ക്ക് പറഞ്ഞു. പക്ഷെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു അതെന്ന്, ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. എന്തായിരുന്നു സൂര്യ ആ ഒരു അല്ല എന്നാലും പറഞ്ഞോളൂ. അത് വലിയ മിസ്റ്റേക്ക് ഒന്നും അല്ല. അത് കേൾക്കുമ്പോ നമുക്ക് പുറത്തുനിന്ന് ഒരാൾക്ക് കേൾക്കുമ്പോ ഈവൻ അനീഷയ്ക്ക് പോലും അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അത് എനിക്ക് മാത്രം മനസ്സിലായൊരു മിസ്റ്റേക്ക് ആയിരിക്കും. ഞാൻ ഡബ് ചെയ്ത സമയത്ത് എനിക്ക് മാത്രം, കാരണം ആ ഒരു മീറ്റർ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഓടിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു സാധനം. അപ്പൊ ഒരു ദീർഘം വിട്ടുപോയതാണ്, ഒരു ദീർഘത്തിന്റെ കുറവാണ്. പക്ഷെ അത് എനിക്ക് കേൾക്കുമ്പോ അതൊരു മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും. ചിലപ്പോ അത് ഞാൻ ഇത്രയും ഇതായിട്ട് നോക്കിയത് കൊണ്ടായിരിക്കും എനിക്കൊരു മിസ്റ്റേക്ക് ആയിട്ട് ഫീൽ ചെയ്യും. അത് ഫുൾ ലെങ്തിൽ വരുന്ന ഡയലോഗാണ്. ഫസ്റ്റ് ഇത് ഞാൻ കാണുമ്പോ ഇതിനൊരു ചെറിയൊരു, അതായത് ഇപ്പൊ ഈ വൃന്ദാവനം ആ ഒരു ഡയലോഗ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് ഒരു ഡയലോഗ് ഉണ്ട്, ഇത് കഴിഞ്ഞിട്ട് ഒരു ഡയലോഗ് ഉണ്ട്. ഇപ്പൊ ഞാനൊരു തീരുമാനം എടുത്ത് കഴിഞ്ഞു എന്ന് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. എനിക്ക് വിവാഹത്തിന് സമ്മതമല്ല എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ ഓടിച്ചു പോകുന്ന ധൃതിയിൽ ഒരു ചെറിയൊരു ദീർഘം വിട്ടുപോയി. കേൾക്കുമ്പോ അത്ര ഇതായിട്ട് തോന്നൂല, പക്ഷെ എനിക്ക് കേൾക്കുമ്പോ ഒരു പോരായ്മയായിട്ട് ഫീൽ ചെയ്യും. ഞാൻ ആദ്യം നോട്ട് ചെയ്ത് അതാണ് കേട്ടോ, അതായിരിക്കും മിസ്റ്റേക്ക്, അതായിരിക്കും. ഓക്കെ, അപ്പൊ എത്രയും പെട്ടെന്ന് തിരികെ വരിക, നമ്മൾ എല്ലാവരും വെയിറ്റിംഗിലാണ്. ഓക്കെ ചേട്ടാ, ഭയങ്കര സന്തോഷം. ഉടനെ നേരി കാണാന്ന് വിചാരിക്കുന്നു. അതെ അതെ, തീർച്ചയായിട്ടും. ഇത്ര എഫേർട്ട് ഇട്ട് നമ്മളെ ഈ ഒരു സമയം നമുക്ക് വേണ്ടി ഇത്ര ഒരു സമയം തന്നെ ഇവർക്കും ഒരു ബിഗ് താങ്ക്സ് കേട്ടോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ ഏവരും സ്നേഹത്തോടെ പറഞ്ഞാലും
രാധേ രാധേ. രാധേ രാധേ. ഓക്കെ, താങ്ക് യു സോ മച്ച് സൂര്യ, താങ്ക് യു. റോഡിലൊക്കെ നടന്നൊക്കെ പോകുമ്പോ അല്ലെങ്കിൽ വണ്ടിയിലൊക്കെ പോകുമ്പോ ആൾക്കാർ തിരിച്ചറിയാറുണ്ട് ആ ഡബ് ചെയ്ത ആളാണ്. തിരിച്ചറിയാന്ന് വെച്ചാൽ പലപ്പോഴും എന്റെ ശബ്ദമാണല്ലോ ആൾക്കാർ അറിയുന്നത്. ഞാൻ അല്ല, ഇപ്പൊ ഫേസും കൂടി എനിക്കൊന്നു ചേട്ടനൊരു വീഡിയോ ഇട്ടത് ഒരുപാട് പേര് തിരിച്ചറിയുന്നുണ്ട്. ഞാൻ ബേസിക്കലി ഞാൻ ആങ്കർ ആയതുകൊണ്ട് കുറെ ആൾക്കാർ അങ്ങനെ, ഞാനിപ്പോ ദൂരദർശനിൽ സാമൂഹ്യ പാഠം എന്നൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ പേര് ഇന്ന ആങ്കർ ചെയ്യുന്ന ആളല്ലേ എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ന്യൂസ് വായിക്കാറുണ്ടായിരുന്നു, അഭിനയിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ പേര് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ ശബ്ദം പലരും രൂപം കാണും, പിന്നെ ആളുടെ ശബ്ദമാണോ എന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ സംസാരിക്കുമ്പോൾ പലപ്പോഴും ഞാൻ പബ്ലിക്കിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഓടി വന്നിട്ട് പറഞ്ഞു ചോദിക്കുന്നത് ഇത് കൃഷ്ണ ശബ്ദത്തിലൂടെ എനിക്ക് തോന്നുന്നു എന്റെ രൂപത്തെക്കാട്ടിലും കൂടുതലും നമ്മൾ എവിടെയെങ്കിലും ഒരു പബ്ലിക് പ്ലേസിൽ നിന്ന് സംസാരിക്കുന്നത് ശബ്ദമല്ലേ എന്ന് ഓടി വന്ന് അങ്ങനെ ഈ ഫോണേ കവറിനകത്ത് കെട്ടി ബാഗിൽ സൂക്ഷിക്കുന്ന എന്തിനാണ് അത് സംഭവം? അത് നമ്മള് സാധാരണ നമ്മളൊരു ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അതിന് പൗച്ചിട്ട് അത് നന്നായിട്ട് വെക്കുക. പക്ഷെ ഒരാള് കിറ്റിലൊക്കെ സൂക്ഷിക്കുന്നു. ഈശ്വര, ഇത് പുറലോകം അറിഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻ ഇങ്ങനെയാണോന്നൊക്കെ വിചാരിക്കും. എനിക്ക് കുറച്ച് OCD ഉണ്ട്. കാരണം കുറച്ച് വൃത്തിയുടെ കുറച്ചാണ്. ഞാൻ ഒരു കാര്യം ചെയ്താൽ അത് കൃത്യമായിരിക്കണം, ഒരു സാധനം വെച്ചാൽ അത് കൃത്യ സ്ഥലത്തിരിക്കണം. വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം, വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും എന്റെ ചേട്ടനും ഒക്കെ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ സോഫയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ആ സോഫ അവർ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ എന്റെ സോഫ ഇരിക്കുന്ന മാത്രമേ ഞാൻ വന്നു തന്നെ ഒരു കൃഷ്ണ വലിയ വിഗ്രഹമുണ്ട് വീട്ടിൽ. അപ്പൊ ഒന്നും അനങ്ങാൻ പാടില്ല. ഞാൻ വച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം അത്രയും കൃത്യതയോട് കൂടി ഇരിക്കണം. ഒരു സാധനം എടുത്ത് അവിടെ തന്നെ വെക്കണം. പിന്നെ റൂം എപ്പോഴും നല്ല നീറ്റ് ആയിരിക്കണം. എപ്പോഴും എന്താണ് നമ്മുടെ വീടിനകത്തൊരു നല്ലൊരു ഗുഡ് സ്മെല്ല് വേണം. ഇങ്ങനെയൊക്കെ എപ്പോഴും ശഠിക്കുന്ന ഒരാളാണ്. അപ്പം അത് OCD ഉള്ള എനിക്ക് തോന്നുന്നു കുറച്ചു പേർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പം ഇതൊക്കെയാണ് ഇൻസ്റ്റയിൽ വൈറലാകുന്ന കണ്ണന്റെ വിശേഷങ്ങള്. അതായത് കണ്ണന് ശബ്ദം കൊടുത്ത അനീഷ് എന്ന് പറയുന്ന ചേട്ടന്റെ വിശേഷങ്ങള്. ഇനിയും ഉയരങ്ങളിലെത്തട്ടെ, ഒരുപാട് ഡബിങ് ഒക്കെ ചെയ്യാൻ കഴിയട്ടെ. നേരത്തെ KGF ഒക്കെ പോയി എന്ന് പറഞ്ഞു, ഇനിയും വലിയ സിനിമകളൊക്കെ വരട്ടെ. ഞാൻ വിചാരിക്കുന്നു KGF പോയെങ്കിലും അതിനെക്കാട്ടിലും എന്നെ ജനങ്ങൾ എന്റെ ശബ്ദത്തെ അറിഞ്ഞത് ഈ ഒരു കണ്ണന്റെ രാധയിലൂടെ, ഈ ഒരു റീല് വന്നപ്പോഴല്ലേ. അത് എന്റെ ഒരു കഴിവല്ല. ആക്ച്വലി അത് ഭഗവാൻ തന്ന എന്തോ ഒരു ബ്ലെസ്സിങ്. അതിൽ അങ്ങനെ സംഭവിച്ചു. ജനങ്ങളെ സ്നേഹിക്കുന്നു, അറിയുന്നു. അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി വീണ്ടും ഉയരങ്ങളിലെത്തട്ടെ. വീണ്ടും പറഞ്ഞത് തന്നെ, തീർച്ചയായിട്ടും ഉയരങ്ങളിലെത്തട്ടെ, നല്ലതായിട്ട് പോട്ടെ. ഏറ്റവും ബെസ്റ്റ് വിഷസ് നൽകുന്നു ഞാനും ഞങ്ങളുടെ ചാനലും. താങ്ക് യു സോ മച്ച്. രേഷ്മയും നല്ല സമയം പോയത് അറിഞ്ഞില്ല. വളരെ നല്ല ചോദ്യങ്ങൾ ചോദിച്ചു, നല്ല രീതിയിൽ അവതരിപ്പിച്ചു. ഞാനൊരു അവതാരണം ആയതുകൊണ്ട് തന്നെ രേഷ്മയുടെ അവതരണവും വളരെ നല്ല അവതരണമാണ്. ഇനി ഒരുപാട് നല്ല നല്ല ആൾക്കാരുടെ ഇന്റർവ്യൂ എടുക്കാൻ പറ്റട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും. താങ്ക് യു സോ മച്ച്.